صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. പലപ്പോഴായി പല സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ബഹുമാന്യരായ പല സഹോദരന്മാരും ദുആ കൊണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ആവശ്യങ്ങളെക്കുറിച്ച് അറിയുന്നവനാണ്, പ്രയാസങ്ങൾ അറിയുന്നവനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കി റാഹത്തുള്ള ജീവിതം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ പലരും രോഗികളാണ്. ബഹുമാന്യരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ വന്യരായ പ്രസിഡന്റ് റഈസുൽ ഉലമ മഹാനായ കോയക്കുട്ടി ഉസ്താദ് അവർകൾ രോഗിയായിക്കൊണ്ട് ക്ഷീണത്തിൽ കഴിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ദീർഘകാലം പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് സമസ്തക്ക് നേതൃത്വം കൊടുക്കുവാനുള്ള കഴിവ് തൗഫീഖ് അല്ലാഹു തആല നമ്മുടെ ആലിമീങ്ങൾക്കൊക്കെ നൽകട്ടെ. നമ്മെ സഹായിച്ചവർ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുവര്യർ, നമ്മുടെ മശായിഖുമാർ, അല്ലാഹു എല്ലാവർക്കും ഇരു ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ബഹുമാന്യരായ ക്ലാസ് റൂമിന്റെ അഡ്മിന്മാരെ, ഏറ്റവും പ്രിയങ്കരരായ, ഏതാനും സമയങ്ങളായി പല കാരണങ്ങളെ കൊണ്ടും ക്ലാസ് റൂമുമായി ബന്ധപ്പെടാനോ ഇതുപോലെ നിങ്ങളുമായി സംസാരിക്കാനോ കഴിഞ്ഞിട്ടില്ല. ദർസുമായി ബന്ധപ്പെട്ട പല തിരക്കുകളും കുറച്ചു കാലം ക്ലാസ് റൂമുമായി ബന്ധപ്പെടുന്നതിന് തടസ്സമായി എന്നുള്ളതാണ് സത്യം. ഇൻഷാ അല്ലാഹ് അവസരം പോലെ സമസ്തയുടെ ഒരു ഖിദ്മത്ത് എന്ന നിലക്ക് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ നേരത്തെ തന്നെ പരസ്യം ചെയ്തതുപോലെ സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയം ജിന്ന്, പിശാജ്, അഹ്ലുസുന്നയുടെ നിലപാട് എന്ന വിഷയമാണ്. ഈ സാഹചര്യത്തിൽ ഈ വിഷയം പ്രസക്തമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അടുത്ത കാലത്തായി ഏറെ വിവാദങ്ങൾ ഉണ്ടാവുകയും ഈ വിവാദങ്ങളുടെ അനന്തരഫലമായിക്കൊണ്ട് ഈ ജിന്നിന്റെ പേരിൽ, പിശാജിന്റെ പേരിൽ തന്നെ പല ഗ്രൂപ്പുകളും സംഘടനകളും ഉണ്ടാവുകയും പല കെട്ടുറപ്പുള്ള പ്രസ്ഥാനങ്ങളെന്ന് അതിന്റെ ആളുകൾ അവകാശപ്പെട്ടിരുന്ന പല സംഘടനകളും പല പ്രസ്ഥാനങ്ങളും പൊട്ടിപ്പിളരുകയും ചെയ്ത, അതിനൊക്കെ നിമിത്തമായ ഒരു വിഷയമാണ് ജിന്ന്, പിശാജ് എന്ന വിഷയം. മഹത്തായ അഹ്ലുസുന്നത്ത് വൽ ജമാഅക്ക് എല്ലാ വിഷയങ്ങളിലും കൃത്യമായ നിലപാടുകളുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ മഹാന്മാരായ ആലിമീങ്ങൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, അതുപോലെ തന്നെ ഹദീസ് വ്യാഖ്യാതാക്കൾ, മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, ഏത് വിഷയമാണെങ്കിലും, ഒരു മുസ്ലിമിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും അവരുടെ കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും അവർ അനുഷ്ഠിക്കേണ്ടുന്ന ആദാബുകളുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും എല്ലാത്തിലും കൃത്യമായ നിയമങ്ങളും വിശ്വസിക്കേണ്ടുന്ന ഭാഗങ്ങളും വളരെ മഹത്തായി, വളരെ മനോഹരമായി അവരുടെ കിതാബുകളിൽ എഴുതി വച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅ സുന്നി പ്രസ്ഥാനം ബിദ്അത്തിന്റെ ആളുകളിൽ നിന്ന്, പുത്തൻ ആശയക്കാരിൽ നിന്ന് വ്യത്യസ്തമാകുന്ന പല പോയിന്റുകളുമുണ്ട്. ആ പോയിന്റുകളിൽ
ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തെക്കുറിച്ച് പുതുതായി ഒരു ഗവേഷണം നടത്തിക്കൊണ്ട് അതിന്റെ തീരുമാനം കണ്ടെത്തേണ്ടതില്ല. അയിമ്മത്ത് കൃത്യമായ പഠനങ്ങൾ നടത്തുകയും ഒരു മുസ്ലിം എന്ത് വിശ്വസിക്കണം, എന്ത് നിർവഹിക്കണം എന്നുള്ളത് വളരെ മനോഹരമായി വൃത്തിയായി അവരുടെ കിതാബുകൾ എഴുതി വെക്കുകയും ചെയ്തു. അഥവാ പരിശുദ്ധ ഖുർആനിന്റെ സമ്പൂർണത നാം ഒക്കെ വിശ്വസിക്കുന്നതും അവകാശപ്പെടുന്നതും വിശ്വസിക്കേണ്ടതുമാണ്. യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധ ഖുർആനിന്റെ സമ്പൂർണത എന്നുള്ളത് ഒരു സാധാരണ മുസ്ലിമിന് അനുഭവിക്കാൻ സാധിക്കുന്നത് മഹാന്മാരായ അയിമ്മത്തിന്റെ കിതാബുകളിലൂടെയാണ്. മഹാന്മാരായ അയിമ്മത്തിന്റെ കിതാബുകൾ നമ്മുടെ മുന്നിൽ നൽകുന്നത് പരിശുദ്ധ ഖുർആനിന്റെ സമ്പൂർണതയാണ്. ഈ സമ്പൂർണത നേർക്കുനേരെ നാം അനുഭവിക്കുന്നത്, നാം മനസ്സിലാക്കുന്നത്, നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് ഈ അയിമ്മത്തിലൂടെയാണ്, പ്രത്യേകിച്ച് കർമ്മശാസ്ത്ര കിതാബുകളിലൂടെയാണ്. പരിശുദ്ധ ഖുർആൻ സമ്പൂർണമാണ്. തീർച്ചയായും ഈ സമ്പൂർണത 4 മദ്ഹബുകളിലൂടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയമാണെങ്കിലും സുന്നികളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ക്ഷാമവും ഒരു പ്രയാസവുമില്ല. മദ്ഹബിന്റെ കിതാബുകൾ പരിശോധിക്കുക. മദ്ഹബിന്റെ കിതാബുകളിൽ പരാമർശിക്കപ്പെടാത്തൊരു വിഷയവുമില്ല. ഈ വിഷയത്തെക്കുറിച്ചും മദ്ഹബിന്റെ കിതാബുകളിൽ വ്യക്തമായ പരാമർശങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹദീസ് വ്യാഖ്യാനങ്ങളിലും ഖുർആൻ വ്യാഖ്യാനങ്ങളിലും പ്രാമാണികമായിക്കൊണ്ടുള്ള ചർച്ചകളും നിലപാടുകളും മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അഹ്ലുസുന്നയുടെ നിലപാട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ജിന്നിനെക്കുറിച്ചും പിശാചിനെക്കുറിച്ചുമാണ്. ആരാണ് ജിന്ന്? പിശാചി എന്ന് പറയുന്നത് ഏതിനെക്കുറിച്ചാണ്? ഇതിനെക്കുറിച്ചൊക്കെ സമ്പൂർണമായി കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. ഈ വിഷയം ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് മാത്രം അരമണിക്കൂറോ 3/4 മണിക്കൂറോ ചർച്ച ചെയ്താൽ അതുകൊണ്ട് മാത്രം അവസാനിക്കുന്ന വിഷയമല്ല. ഇൻഷാ അല്ലാഹ് അവസരം പോലെ നമ്മുടെ ക്ലാസ് റൂമിൽ ഈ വിഷയത്തിന്റെ ബാക്കി ഭാഗങ്ങൾ സംസാരിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പല വിഷയങ്ങളിലും എന്ന പോലെ സാധാരണക്കാരായ ആളുകൾക്ക് പല മുൻധാരണകളും മുൻവിധികളും ഉള്ള, അതുപോലെ തന്നെ വളരെ ഭീതിയോടുകൂടി സമീപിക്കുന്ന, വളരെ വ്യത്യസ്ത ഭീകര രൂപങ്ങളോടുകൂടി മനസ്സിലാക്കുന്ന, ആ രൂപത്തിൽ സമീപിക്കുന്ന ഒരു വിഷയമാണ് ജിന്നിനെക്കുറിച്ചും പിശാചിനെക്കുറിച്ചും. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണല്ലോ ജിന്നാണെങ്കിലും മനുഷ്യനാണെങ്കിലും എല്ലാത്തിനെയും പടച്ചവൻ. ഈ പടച്ച റബ്ബ് അവന്റെ സൃഷ്ടിയാകുന്ന ജിന്നിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മഹാന്മാരായ ഉലമാ എങ്ങനെയാണ് വിശദീകരിച്ചിട്ടുള്ളത്? ഓരോന്നോരോന്ന് നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ അത്യുത്കൃഷ്ട സൃഷ്ടിയാകുന്ന മനുഷ്യനെക്കുറിച്ചും അതുപോലെ തന്നെ മലക്കുകളെക്കുറിച്ചും ജിന്നിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. എന്തിനാൽ മനുഷ്യൻ പടക്കപ്പെട്ടു? മലക്കുകൾ എന്തിനാൽ പടക്കപ്പെട്ടു? ഇതേ രൂപത്തിൽ ജിന്ന് എന്തിനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ചും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, ജിന്ന്, പിശാച് ഇതൊരിക്കലും മിഥ്യയല്ല, ഒരു സാങ്കല്പിക വസ്തുവല്ല. ജിന്നിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്ന സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പരിശുദ്ധ ദീനിനപ്പുറത്തുള്ള ആളുകളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന പല കക്ഷികളും, ഇതിൽ പ്രമുഖരായിരുന്നു പഴയകാലത്ത് കഴിഞ്ഞുപോയ ഖദരിയ എന്ന വിഭാഗം. അവർ ജിന്നിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിച്ചവരാണ്. ജിന്ന്, പിശാച് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് നമുക്ക് അനുഭവിക്കാനും നമുക്ക് കാണാനും സാധിക്കുന്നില്ലല്ലോ. നമ്മുടെ ദൃഷ്ടിയിലും നമ്മുടെ അറിവുകളുടെ ഉള്ളിൽ പരിധിയിൽപ്പെട്ടത് മാത്രം അംഗീകരിക്കുകയും അതല്ലാത്തതൊക്കെ നിഷേധിക്കുകയും ചെയ്യുക എന്ന ലോകത്തെ ഏറ്റവും വലിയ മുടന്തൻ സമീപനമെന്ന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശേഷിപ്പിച്ചിട്ടുള്ള, നിരൂപിച്ചിട്ടുള്ള
അതേ സ്വഭാവമാണ് ജിന്നിനെ നിഷേധിക്കുന്ന ഖദരിയ വിഭാഗവും അവരുടെ സമീപനവും. ഖദരിയത്ത് മാത്രമല്ല, മറ്റു പലരും ജിന്നിനെ നിഷേധിച്ചു. നമ്മുടെ നാട്ടിൽ കുറച്ചു മുമ്പ് കഴിഞ്ഞു പോയ CN അഹമ്മദ് മൗലവിയും അദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്ന പല ആളുകളും ജിന്നിനെ നിഷേധിച്ചവരാണ്. ഒരു കാലത്ത് ജിന്നിനെ നിഷേധിക്കുകയും പിന്നീട് പഠനങ്ങൾ പുരോഗമിക്കുകയും ജിന്നിനെ അംഗീകരിക്കുകയും ജിന്നുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തതാണല്ലോ യഥാർത്ഥത്തിൽ കേരള വഹാബിസത്തിന് സംഭവിച്ച, ഈ അടുത്ത കാലത്തായിക്കൊണ്ട് സംഭവിച്ച ഏറ്റവും വലിയ ആ സംഘടനയിലുണ്ടായ പൊട്ടിപ്പിളരലിന്റെയും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസത്തിന്റെയും അടിസ്ഥാനം. ജിന്ന് മനുഷ്യനെ പോലെ അള്ളാഹുവിന്റെ ഒരു പടപ്പാണ്. അത് പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ ഹദീസുകളും മറ്റ് പ്രമാണങ്ങളും കൃത്യമായിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു തആല പറയുന്നു, വ ഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ. അള്ളാഹു തആല ജിന്നിനെ പടച്ചത് മിൻ മാരിജിൻ മിൻ നാർ, ശുദ്ധമായ തീയിൽ നിന്നാകുന്നു. ശുദ്ധമായ തീനാളങ്ങൾ എന്ന് പറഞ്ഞാൽ പുകയുമായി ഒട്ടും കലർപ്പില്ലാത്ത വളരെ ശുദ്ധമായ തീനാളങ്ങളിൽ നിന്നായിക്കൊണ്ട് അല്ലാഹു തആല ജിന്നിനെ പടച്ചിരിക്കുന്നു. മിൻ മാരിജിൻ മിൻ നാർ അൽ ഖാലിസു മിനദ് ദുഖാൻ ലഹ്ബുഹ, തീയുടെ ആ നാളങ്ങൾ, തീനാളങ്ങൾ, ആ തീനാളങ്ങൾ അൽ ഖാലിസു മിനദ് ദുഖാൻ, അതിൽ പുക ഒട്ടുമില്ല, ശുദ്ധമായ തീ. ആ തീ കൊണ്ടാണ് അല്ലാഹു തആല ജിന്നിനെ പടച്ചിട്ടുള്ളത്. മറ്റൊരു ഭാഗത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൽ ജാന്ന ഖലഖനാഹു മിൻ ഖബ്ലു മിൻ നാരിസ് സമൂം. നാറുസമൂമിൽ നിന്നാണ് അല്ലാഹു തആല ജിന്നുകളെ പടച്ചത്. നാറുസമൂമിൽ നിന്ന് പടച്ചിരിക്കുന്നു. നാറുസമൂം എന്നുള്ളതിന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞ അർത്ഥം ഹിയ നാറുൻ ലാ ദുഖാന ലഹ, പുക ഒട്ടുമില്ലാത്ത ശുദ്ധമായ തീ. മാത്രമല്ല വീണ്ടും ഒരു വിശദീകരണം, തംഫുദു മിനൽ മസാമി, രോമക്കുത്തുകളിലൂടെ അകത്ത് പ്രവേശിക്കാൻ സാധിക്കുന്ന വളരെ നേരിയ ശുദ്ധമായ തീ. ഈ തീ കൊണ്ടാണ് അല്ലാഹു തആല ജിന്നിനെ പടച്ചിട്ടുള്ളത്. ലാ ദുഖാന ലഹ തംഫുദു മിനൽ മസാം, രോമക്കുത്തുകളിലൂടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ആ ശുദ്ധമായ തീ കൊണ്ട് അല്ലാഹു തആല ജിന്നിനെ പടച്ചിരിക്കുന്നു. ജിന്നിനെ എന്തുകൊണ്ട് പടച്ചു എന്നുള്ളതിനെ കുറിച്ച് പോലും പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മോട് പറഞ്ഞു തരുന്നു. ഈ അവസ്ഥയിൽ നമുക്കെങ്ങനെ, അതല്ലെങ്കിൽ ഖുർആൻ വിശ്വസിക്കുന്നവർക്ക് എങ്ങനെ ജിന്നിനെ നിഷേധിക്കാൻ സാധിക്കും? ലാ ദുഖാന ലഹ, ഒരിക്കലും പുകയില്ല, വളരെ കട്ടി കുറഞ്ഞ ശുദ്ധമായ തീ. ഇവിടെ രോമക്കുത്തുകളിലൂടെ അകത്ത് പ്രവേശിക്കാൻ സാധിക്കുന്ന തീനാളങ്ങൾ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിന്നിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള, പിശാചിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് നമ്മുടെ ധാരണയിൽ, നമ്മുടെ ഓർമ്മയിൽ വരേണ്ടതുണ്ട്. മനുഷ്യ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്ന ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ ആ ഭാഗത്തേക്കൊക്കെ, ആ ഭാഗത്തിലൂടെ എല്ലാം തന്നെ, രക്തം സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലൂടെ എല്ലാം തന്നെ പിശാചും സഞ്ചരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കേവലം ആലങ്കാരികമായി കൊണ്ട് മനസ്സിലാക്കാവുന്നതോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ നൽകേണ്ടതോ അല്ല. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഒരു കാര്യം ഹദീസിലോ അതല്ലെങ്കിൽ ഖുർആനിലോ മറ്റ് നിഷേധിക്കാൻ പറ്റാത്ത തെളിവുകളിലോ സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ബുദ്ധി ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും ഒരു വിശ്വാസിയുടെ ബാധ്യത അത് അപ്രകാരം അംഗീകരിക്കുക എന്നുള്ളതാണ്. പിശാചെങ്ങനെ രക്തം സഞ്ചരിക്കുന്ന ഭാഗത്തിലൂടെ സഞ്ചരിക്കും? ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകണമെന്നില്ല. ഇതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ ഇവിടെ ഒരു വിശ്വാസി നിർവഹിക്കേണ്ടുന്ന ബാധ്യത, ഇത് പറഞ്ഞത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവരുടെ വാക്കുകളിൽ ഒരിക്കലും കളവ് വരികയില്ല, അവർ ഒരിക്കലും പൊഴിവാക്ക് പറയുകയില്ല. ഇത് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവാണ്, അത് തീർച്ചയായും സത്യമായിരിക്കും. ഇതിനെ മനസ്സിലാക്കുന്നതോ എന്റെ ചെറിയ ബുദ്ധി കൊണ്ട്, എന്റെ ചെറിയ വിവരം കൊണ്ട്. അതുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുവാൻ മാനദണ്ഡമാക്കിയ എന്റെ ബുദ്ധിയുടെ പരിമിതിയാകുന്നു
എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആമന്ന, ഈ പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കലാണ്, അത് പറയലാണ്, ആ നിലപാടിൽ നിൽക്കലാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണം ഇങ്ങനെയാണ്: മനുഷ്യരിൽ നല്ലവരും അതുപോലെ തന്നെ ഫാസിഖീങ്ങളും കാഫിരീങ്ങളുമുണ്ട്. ഇതേ രൂപത്തിൽ അള്ളാഹു പടച്ചിട്ടുള്ള അള്ളാഹുവിന്റെ മറ്റൊരു പടപ്പാകുന്ന ജിന്നിലും ഈ രണ്ട് അവസ്ഥയുമുണ്ട്. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, മനുഷ്യരിൽ പലതരത്തിലുമുള്ള സ്വാലിഹീങ്ങളുണ്ട്, ഫാസിഖീങ്ങളുണ്ട്, മുനാഫിഖീങ്ങളുണ്ട്, കാഫിരീങ്ങളുണ്ട്. പല തട്ടിലുമുള്ളവരുമുണ്ട്. അമ്പിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. ഇങ്ങനെ പല നിലക്കുമുള്ള, പല മർത്തബയിലുമുള്ള, പല സ്ഥാനങ്ങളിലുമുള്ള ആളുകളുള്ളതുപോലെ തന്നെ ജിന്നുകളിലും ഇങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. എന്നാൽ ജിന്നുകളിലെ കാഫിരീങ്ങളെ കുറിച്ച് സാധാരണ ശൈത്താൻ എന്ന വാക്ക്, പിശാജ് എന്ന വാക്ക് ഉപയോഗിക്കുന്നു. പിശാജ് നമ്മുടെ നാട്ടിൽ സാധാരണ പിശാജിനെ കുറിച്ച് പറയുമ്പോൾ പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്ന പല പേരുകളുമുണ്ട്. പല ചേക്കുട്ടിപ്പാപ്പ, പൊട്ടിച്ചെയ്ത്താൻ, ഗുളികൻ, അതുപോലെ തന്നെ കരിങ്കുട്ടി, ഇങ്ങനെ പല പേരുകളിലും പല നാടുകളിലും അറിയപ്പെടുന്നു. ഈ പിശാചിന്റെ വ്യത്യസ്ത സ്വഭാവങ്ങൾ, അതുപോലെ തന്നെ ഈ പിശാചിനുള്ള വ്യത്യസ്ത രൂപഭാവങ്ങൾ, ഇതിനെല്ലാം പരിഗണിച്ചുകൊണ്ട് ചില പിശാചിനെ കുറിച്ച് കരിങ്കുട്ടി എന്ന് പറയുമ്പോൾ മറ്റു ചില പിശാചിനെ കുറിച്ച് ഗുളികൻ എന്ന് പറയുന്നു. എന്നാൽ ഇതേ പേരിൽ തന്നെ പിശാചിനെ അംഗീകരിക്കണമെന്ന് ഒരിക്കലും പരിശുദ്ധ ഇസ്ലാം പറയുന്നില്ല. പക്ഷെ പിശാചിനെ നിഷേധിക്കാൻ പാടില്ല. പിശാചിനെ നിഷേധിക്കരുത്, ജിന്നിനെ നിഷേധിക്കരുത്. പ്രാദേശികമായി പല പേരുകളും പല സ്ഥലങ്ങളിലും പറയപ്പെട്ടേക്കാം. ഈ വ്യത്യസ്തമായ പേരുകൾ വരുന്നത് ആ പിശാചിന്റെ രൂപങ്ങളെ പരിഗണിച്ചോ അതല്ലെങ്കിൽ ആ പിശാച് മൂലമുണ്ടാകുന്ന ഷർറിനെ പരിഗണിച്ചോ ആയിരിക്കും. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അവസരം പോലെ വിശദീകരിക്കാം. പിശാച് ബാധ എങ്ങനെയാണ്, പിശാച് ബാധയെ ഒഴിവാക്കൽ, പിശാച് ബാധ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, കരിങ്കുട്ടിയുടെയും ഗുളികന്റെയും ഗണപതിയുടെയും അതുപോലെയുള്ള വ്യത്യസ്ത കാവുകളിലുള്ള പിശാചുക്കൾ, അതുപോലെ തന്നെ വിശാലമായ മരുഭൂമികളിലുള്ള പിശാചുക്കൾ, നാട്ടിന് പുറത്തുണ്ടാകുന്ന പിശാചുക്കൾ, വീട്ടിലുണ്ടാകുന്ന, കക്കൂസിലുണ്ടാകുന്ന, കുളിമുറിയിലുണ്ടാകുന്ന, ഇങ്ങനെ പല തരത്തിലുമുള്ളതുമുണ്ട്. ഇതൊക്കെ ഓരോ വ്യത്യസ്ത ഫലങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത്. വെള്ളത്തിലുള്ള പിശാചുക്കളുണ്ട്, കാട്ടിലുള്ള പിശാചുക്കളുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ പല സ്വഭാവങ്ങളിലും പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്ന പിശാചുക്കളുണ്ട്. ഇതൊക്കെ ഹദീസുകളിൽ വന്നിട്ടുള്ളതും മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തി വിശദീകരിച്ചിട്ടുള്ളതുമാണ്. അതൊക്കെ നമുക്ക് വിശദീകരിക്കാം ഓരോന്നോരോന്നായിക്കൊണ്ട്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ രോമക്കുത്തുകളിലൂടെ പ്രവേശിക്കാൻ പാകത്തിനുള്ള ശുദ്ധമായ പുകയുടെ ഒട്ടും കലർപ്പില്ലാത്ത നേരിയ തീ കൊണ്ട് പടക്കപ്പെട്ടു ജിന്നിനെ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇതിനെ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു വളരെ മനോഹരമായി വിശദീകരിക്കുന്നു അവരുടെ പ്രസിദ്ധമായ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 9-ാം ഭാഗത്ത്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, മനുഷ്യനാണെങ്കിലും ജിന്നാണെങ്കിലും അടിസ്ഥാനമായി 4 വസ്തുക്കളെ കൊണ്ടാണ് പടക്കപ്പെടുന്നത്. 4 വസ്തുക്കൾ. ഒന്ന് വെള്ളം, അതുപോലെ തന്നെ വായു, മണ്ണ്, തീ. ഈ 4 ഘടകങ്ങൾ മനുഷ്യരിലും ജിന്നിലുമുണ്ട്. ഈ 4 ഘടകങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു എന്നതിൽ നിന്നും മനുഷ്യനും ജിന്നും ഒഴിവല്ല. പിന്നെ തീ കൊണ്ടാണ് ജിന്നിനെ പടച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ പറയുമ്പോൾ എന്താണ് അതിന്റെ താല്പര്യം? മഹാനവറുകൾ വിശദീകരിക്കുന്നു, അൽ ജിന്നു അജ്സാമുൻ ഹവാഇയ്യ ഔ നാരിയ്യ ഐ യഗ്ലിബു അലൈഹിം ദാലിക ഫഹും മുറക്കബൂന മിനൽ അനാസിറിൽ അർബഅ കൽ മലായിക. മനുഷ്യരിൽ ഈ 4 ഘടകങ്ങളും ഉള്ളതുപോലെ മലക്കുകളിലുമുണ്ട് ഈ 4 ഘടകങ്ങൾ, അതുപോലെ തന്നെ ജിന്നിലുമുണ്ട് ഈ 4 ഘടകങ്ങൾ. പക്ഷേ മലക്കിൽ
നൂറിന്റെ അഥവാ ഹവാഇന്റെ ഭാഗം അധികരിച്ചതുപോലെ ജിന്നുകളിൽ അധികമായിട്ടുള്ളത് മികച്ചു നിൽക്കുന്നത് നാറിന്റെ ഭാഗമാകുന്നു. ഇതാണ് അജ്സാമുൻ നാരിയ എന്ന് മലക്കുകളെ കുറിച്ച് പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു വളരെ മനോഹരമായി അവരുടെ തുഹ്ഫത്തുൽ മുഹ്താജിൽ ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യർ അള്ളാഹുവിന്റെ തക്ലീഫുള്ളവരാണല്ലോ എന്ന് പറഞ്ഞാൽ കുറെ കൽപ്പനകളും കുറെ വിരോധനകളും മനുഷ്യനോട് അല്ലാഹു തആല നടത്തിയിട്ടുണ്ട് അമ്പിയാക്കൾ മുഖേന. എന്നാൽ ഇതേ രൂപത്തിൽ മനുഷ്യന് തക്ലീഫുള്ളതുപോലെ കുറെ കാര്യങ്ങളെ കൊണ്ടുള്ള കൽപ്പനകളും അതുപോലെ തന്നെ തക്ലീഫുകളും ഉള്ളവരാണ് ജിന്നുകളും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പടക്കപ്പെട്ടവരാണ്. ഇതേ രൂപത്തിൽ മലക്കുകളും ജിന്നുകളും ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പടക്കപ്പെട്ടവരാണ്. ജിന്നുകൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പടക്കപ്പെട്ടവരാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ അതിന്റെ താല്പര്യം മനുഷ്യനോട് ഇബാദത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടതുപോലെ ജിന്നുകളോടും ഇബാദത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കൽപ്പനകൾ, തക്ലീഫുകൾ മനുഷ്യനുള്ളതുപോലെ ജിന്നുകൾക്കുമുണ്ട്. എന്നാൽ മറ്റൊരു സൃഷ്ടിയാകുന്ന മലക്കുകൾക്ക് ഇസ്മത്ത് കൊണ്ട് അല്ലാഹു മലക്കുകളെ സംരക്ഷിച്ചിരിക്കുന്നു. എന്നാൽ മലക്കുകൾക്ക് അല്ലാഹു നൽകിയതുപോലെയുള്ള ഇസ്മത്ത് മനുഷ്യർക്കോ ജിന്നുകൾക്കോ നൽകിയിട്ടില്ല. അമ്പിയാക്കൾക്ക് അല്ലാഹു ഇസ്മത്ത് നൽകിയിട്ടുണ്ട്. അമ്പിയായിന് അല്ലാഹു ഇസ്മത്ത് നൽകി. എന്നാൽ അമ്പിയായിന് നൽകിയ ഇസ്മത്തും അല്ലാഹു മലക്കുകൾക്ക് നൽകിയ ഇസ്മത്തും രണ്ടും രണ്ടാണ്, വ്യത്യാസമുണ്ടത്. മലക്കുകളുടെ ഇസ്മത്തല്ല അല്ലാഹു അമ്പിയായിന് നൽകിയിട്ടുള്ള ഇസ്മത്ത്. മനുഷ്യ പ്രകൃതിയിലായിരിക്കെ തെറ്റുകളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളതാണ് അല്ലാഹു അമ്പിയായിന് നൽകിയിട്ടുള്ള ഇസ്മത്ത്. അമ്പിയാക്കൾ മഅസൂമുകളാണ് മനുഷ്യ പ്രകൃതിയിലായിരിക്കെ തന്നെ. എന്നാൽ അല്ലാഹു മലക്കുകൾക്ക് നൽകിയ ഇസ്മത്തോ, അല്ലാഹു മലക്കുകൾ ഒരിക്കലും മനുഷ്യ പ്രകൃതിയിലല്ല പടച്ചിട്ടുള്ളത്. ഒരിക്കലും തെറ്റുമായി സഹകരിക്കാൻ പറ്റാത്ത, ഒരിക്കലും തെറ്റിന്റെ ഭാഗത്തെക്കുറിച്ച് തെറ്റിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആ പ്രകൃതിയിൽ അല്ലാഹു തആല മലക്കുകളെ പടച്ചു. അമ്പിയായിനെയോ മനുഷ്യ പ്രകൃതിയാണ്. അതോടൊപ്പം അല്ലാഹു തആല അവർക്ക് തെറ്റുകളെ തൊട്ടുള്ള കാവലും നൽകി. അമ്പിയായിന്റെ ഇസ്മത്തും മലക്കുകളുടെ ഇസ്മത്തും കൂടിയാകുമ്പോ അമ്പിയായിന്റെ ഇസ്മത്തിനാണ് ഫളുള്ളത് എന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒരുപാട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, വകുല്ലിഫു ബിശർഇഹി ഇജ്മാഅൻ ദറൂരിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ശരീഅത്ത് നിയമം അത് ജിന്നുകളോടും ഈ ശരീഅത്ത് നിയമങ്ങൾ ബാധകമാണ്. പക്ഷേ ലാ നഅലമു തഫാസീലഹ, നമ്മിലേക്ക് വന്നിട്ടുള്ള ഈ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി കൊണ്ട് ഉലമാ നമ്മുടെ മുന്നിൽ കിതാബുകളിലൂടെ കാണിച്ചു തന്നു. ഒരുപാട് വുജൂബുകൾ, ഒട്ടനവധി ഹറാമുകൾ, അതുപോലെ തന്നെ സുന്നത്തുകൾ, ഒരുപാട് കറാഹത്തുകൾ, ഒരുപാട് മുബാഹുകൾ, ഇങ്ങനെ ഓരോ അനക്കങ്ങളെക്കുറിച്ചും പലതും യജിബു, പലതിനെക്കുറിച്ചും യഹ്റുമു, പലതിനെക്കുറിച്ചും യുക്റഹു, പലതും യുബാഹു, ഈ രൂപത്തിൽ ഓരോ കർമ്മങ്ങളെക്കുറിച്ചും മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തി. എന്നാൽ ഇതേ രൂപത്തിൽ കൃത്യമായി കൊണ്ടുള്ള വിവരണങ്ങളോടുകൂടി ജിന്നുകളോട് കൽപ്പിക്കപ്പെട്ട നിയമങ്ങൾ എന്താണ് എന്ന് നമുക്കറിയില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണം അങ്ങനെയാണ്, ലാ നഅലമു തഫാസീലഹ. ജിന്നുകളോട് തക്ലീഫുണ്ട്, എന്നാൽ ജിന്നുകളുടെ മസ്അലകൾ എന്തൊക്കെയാണ്, ജിന്നുകളുടെ ഹറാമുകൾ ഏതൊക്കെയാണ്, ജിന്നുകൾക്കുള്ള സുന്നത്തുകളും കറാഹത്തുകളും വാജിബുകളും മുബാഹുകളും ഏതൊക്കെയാണ്, ഇത് കൃത്യമായി കൊണ്ട് അല്ലാഹുവോ റസൂലോ നമ്മോട് പറഞ്ഞു തന്നിട്ടില്ല. ഇതേ രൂപത്തിൽ തന്നെ വൽ ജുംഹൂറു അലാ അന്ന മുഅ്മിനീഹിം യുസാബൂന വയദ്ഖുലൂനൽ ജന്ന. മനുഷ്യരെ പോലെ തക്ലീഫുള്ളവരാണ് ജിന്നുകൾ.
ഈ തക്ലീഫിന്റെ അനന്തരഫലം എന്ന നിലക്ക് മനുഷ്യന് സ്വർഗം അതുപോലെ തന്നെ നരകം രണ്ടാലെന്ന് ലഭിക്കുന്നു. ചില ആളുകൾ ശിക്ഷിക്കപ്പെടും, ചില ആളുകൾ അള്ളാഹുവിന്റെ ഫضل കൊണ്ട് അവർക്ക് സ്വർഗം ലഭിക്കും. ഇതേ അവസ്ഥ ജിന്നുകൾക്കുമുണ്ട്. തക്ലീഫുണ്ട്. തക്ലീഫിന് അനന്തര ഫലമായിക്കൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് സവാബും ധിക്കരിച്ചവർക്ക് ഇഖാബുമുണ്ട് എന്നാണ് പ്രബലാഭിപ്രായം. പണ്ഡിതന്മാരിൽ പലരും ജിന്നുകൾക്കുള്ള സ്വർഗപ്രവേശനത്തെക്കുറിച്ച് ഖുർആനോ ഹദീസുകളോ വ്യക്തമായി പറയാത്തതുകൊണ്ട്, നസ്സായി പറയാത്തതുകൊണ്ട് ജിന്നുകളിൽ ധിക്കാരികൾക്ക് നരകമുണ്ടാകുമെങ്കിലും ജിന്നുകളിൽ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചവർക്ക് സ്വർഗമുണ്ടാവുകയില്ല, അവർക്കുള്ള സവാബ്, അവർക്കുള്ള പ്രതിഫലം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാകുന്നു എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. പക്ഷേ ഭൂരിപക്ഷം പണ്ഡിതന്മാരും ആ പക്ഷത്തല്ല. ധിക്കാരികൾക്ക് നരകമുള്ളതുപോലെ തന്നെ വിശ്വാസികളും വഴിപ്പെട്ടവരും അവർക്ക് സ്വർഗം ലഭിക്കും എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും ജിന്നുകളെക്കുറിച്ച് പറയുന്നത്. മനുഷ്യനെയും ജിന്നിനെയും താരതമ്യം ചെയ്യുമ്പോൾ ധാരാളം വിഷയങ്ങളിൽ മനുഷ്യനും ജിന്നും തമ്മിൽ സാമ്യതയുള്ളതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്ന്, തക്ലീഫിന്റെ കാര്യത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനോട് അല്ലാഹു ഇബാദത്ത് കൊണ്ട് കൽപ്പിച്ചു. ഇതേ രൂപത്തിൽ ജിന്നുകളോടും അല്ലാഹു ഇബാദത്ത് കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, യാ മഅശറൽ ജിന്നി വൽ ഇൻസി അലം യഅതികും റുസുലും മിൻകും. മുർസലുകളെ അയക്കപ്പെട്ട വിഭാഗമാണ് മനുഷ്യർ, അംബിയായിന് അയക്കപ്പെട്ട വിഭാഗമാണ് മനുഷ്യർ. ഇതേപോലെ അംബിയായിന്റെ ബിഅസത്ത് ജിന്നുകളിലേക്കും ഉണ്ടായിട്ടുണ്ട്. മനുഷ്യരും ജിന്നും തമ്മിലുള്ള ആ സാമ്യതകൾ ഏതൊക്കെ വിഷയത്തിൽ? മനുഷ്യരിലേക്ക് അല്ലാഹു തആല മുർസലുകളെ അംബിയായിനെ അയച്ചതുപോലെ ജിന്നുകളിലേക്കും അല്ലാഹു തആല അംബിയായിനെ അയച്ചിട്ടുണ്ട്. ജിന്നുകളിലേക്ക് അല്ലാഹു തആല അംബിയായിനെ അയച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗത്ത് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു വളരെ വിശാലമായ ചർച്ച നടത്തുന്നു. ജിന്നുകളിലേക്ക് ബിഅസത്തുണ്ടായിട്ടുണ്ട്, അത് തീർച്ച, അത് ഖുർആൻ അങ്ങനെ പറയുന്നു. ജിന്നുകളിലേക്ക് അല്ലാഹു തആല പ്രവാചകന്മാരെ അയച്ചിരിക്കുന്നു. എന്നാൽ മനുഷ്യരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാർ മനുഷ്യർ തന്നെയാണല്ലോ. മനുഷ്യരിലേക്ക് ജിന്നുകളാകുന്ന പ്രവാചകന്മാരെ അയച്ചിട്ടില്ല, അത് തീർച്ചയാണ് ആ കാര്യം. എന്നാൽ അതേ രൂപത്തിൽ ജിന്നുകളിലേക്ക് അയക്കപ്പെട്ടു എന്ന് പറയുന്ന പ്രവാചകന്മാർ അത് മനുഷ്യരാണോ ജിന്നാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത മറ്റേതെങ്കിലും ഒരു നബിയുടെ ബിഅസത്ത് ജിന്നുകളിലേക്ക് ഉണ്ടായിട്ടുണ്ടോ? ജിന്നുകളിൽ നിന്ന് വല്ല പ്രവാചകനും വന്നിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫതഹുൽ ബാരിയിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഏറ്റവും പ്രബലമായ അഭിപ്രായം, അല്ലാഹു തആല ജിന്നുകളിലേക്കാവട്ടെ മനുഷ്യരിലേക്കാവട്ടെ നിയോഗിച്ചിട്ടുള്ള പ്രവാചകന്മാർ, മുർസലുകൾ, അവർ മനുഷ്യർ തന്നെയാണ്. ചില പണ്ഡിതന്മാർ ജിന്നുകളിൽ നിന്ന് നബിമാർ വന്നിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നെങ്കിലും ഏറ്റവും പ്രബലമായ പക്ഷം മനുഷ്യരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാർ മനുഷ്യരാണ്, ജിന്നുകളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരും മനുഷ്യരാണ്. ജിന്നുകളിൽ നിന്നൊരു നബിയും ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യരിലേക്ക് അയക്കപ്പെട്ടു, അതേ രൂപത്തിൽ ജിന്നുകളിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരു വിഭാഗത്തിലേക്കും പ്രവാചകനാണെങ്കിലും നമ്മോടുള്ള തക്ലീഫുകൾ എന്തൊക്കെയാണോ അതേ തക്ലീഫുകളല്ല ജിന്നുകളിലേക്കുള്ള തക്ലീഫുകൾ. പലതിലും യോജിപ്പുണ്ട്, പക്ഷേ യോജിപ്പുള്ളതിനേക്കാൾ കൂടുതൽ വിയോജിപ്പുള്ളവയാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ മറ്റ് ഇമാമുമാരും വിശദീകരിക്കുന്നു. സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അല്ലാഹുവിന്റെ വിശദീകരണം, അല്ലാഹു തആല ജഹന്നമിന് വേണ്ടി
മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും വലിയൊരു സംഘത്തെ ഒരുക്കിയിരിക്കുന്നു. ആ മനുഷ്യർക്കും ജിന്നുകൾക്കുമുള്ള പ്രത്യേകത എന്താണ്? അവർക്ക് ഹൃദയങ്ങളുണ്ട്. ആ ഹൃദയങ്ങളെ കൊണ്ട് അവർ ചിന്തിക്കുകയില്ല. അവർക്ക് കൽബുകളുണ്ട്. ആ കൽബുകളെ കൊണ്ട് അവർ സത്യത്തെ മനസ്സിലാക്കുകയില്ല. അവർ ഖൈറിനെ മനസ്സിലാക്കുകയില്ല. അവർക്ക് കണ്ണുകളുണ്ട്. ആ കണ്ണുകളെ കൊണ്ട് അവർ ഖൈറിനെ കാണുകയില്ല. തുടർന്നുകൊണ്ട് അല്ലാഹു തആല വിശദീകരിക്കുന്നു. ഈ ആയത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യം, മനുഷ്യർക്ക് കണ്ണുള്ളതുപോലെ ജിന്നുകൾക്കും കണ്ണുകളുണ്ട്. മനുഷ്യർക്ക് കേൾവി ശക്തിയുള്ളതുപോലെ, മനുഷ്യർക്ക് ചെവികളുള്ളതുപോലെ ജിന്നുകൾക്കും ചെവികളുണ്ട്. മനുഷ്യർക്ക് വിവേകമുള്ളതുപോലെ, ബുദ്ധിശക്തിയുള്ളതുപോലെ, ഗ്രാഹ്യശക്തിയുള്ളതുപോലെ ജിന്നുകൾക്കും ബുദ്ധിയും വിവേകവും ഗ്രാഹ്യശക്തിയുമുണ്ട്. മനുഷ്യർ ശിക്ഷിക്കപ്പെടുന്നത് പോലെ ജിന്നുകളും ശിക്ഷിക്കപ്പെടുന്നവരാണ് നരകത്തിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് തന്നെ. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെയും ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹുവിന്റെയും വിശദീകരണങ്ങളിൽ ഇക്കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്തുൽ ഫുസ്സിലത്തിൽ അല്ലാഹു പറയുന്നു, വഖാല അല്ലദീന കഫറു റബ്ബനാ അരിനല്ലദീനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യരെ ഹിദായത്തിൽ നിന്ന് ലലാലത്തിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യരുണ്ടാകും. മനുഷ്യരെ പഴപ്പിക്കുന്ന മനുഷ്യർ, മനുഷ്യനെ പഴപ്പിക്കുന്ന മനുഷ്യൻ പല കാരണങ്ങളെ കൊണ്ടും. ബിദ്അത്തിന്റെ പ്രവാചകർ, ബിദ്അത്തിന്റെ എഴുത്തുകാർ, ബിദ്അത്ത് മനുഷ്യരിൽ വ്യാപിപ്പിക്കുന്നവർ, അതുപോലെ തന്നെ ഫിസ്ഖും ഷർറുകളും ആ ഭാഗത്തേക്കൊക്കെ ജനങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നവർ, ഇവരൊക്കെ മനുഷ്യ സമൂഹത്തെ, മനുഷ്യ സഹോദരന്മാരെ പഴപ്പിക്കുന്നവരാണല്ലോ. മനുഷ്യനെ പഴപ്പിക്കുക, മനുഷ്യന് ഖൈറിന്റെ വഴികാട്ടികളാവുക എന്നതുപോലെ തന്നെ മനുഷ്യനെ പഴപ്പിക്കുക, ഇത് ദുഷ്ടജനങ്ങളുടെ സ്വഭാവമാണ്. ഇതേ സ്വഭാവം, മനുഷ്യനെ പഴപ്പിക്കുക, ഹിദായത്തിൽ നിന്ന് അകറ്റുക, വലാലത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോവുക, ഈ സ്വഭാവം മനുഷ്യനുള്ളതുപോലെ ജിന്നുകൾക്കും ഉണ്ടാകുമെന്നാണ് ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്. വഖാല അല്ലദീന കഫറു റബ്ബനാ അരിനല്ലദീനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്. അവിശ്വാസികൾ മഹ്ശറിൽ വെച്ചുകൊണ്ട് ശിക്ഷ അനുഭവിക്കുമ്പോൾ, അതുപോലെ തന്നെ നരകത്തിൽ വെച്ചുകൊണ്ട് ശിക്ഷ അനുഭവിക്കുമ്പോൾ അല്ലാഹുവോട് പറയും, അല്ലാഹുവേ, ഞങ്ങളെ പിഴപ്പിച്ച ജിന്നുകളും മനുഷ്യരുമുണ്ട്. ആ ജിന്നുകളെയും മനുഷ്യരെയും ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ട, അവരെ കൊണ്ട് ഞങ്ങളൊന്ന് ആശ്വാസം കൊള്ളട്ടെ. ആശ്വാസം കൊള്ളൽ എങ്ങനെ? മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു. അവർ പറയും, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ അദാബ്, ഈ നരകം, ഞങ്ങളുടെ കാലിന്റെ താഴെ ആ ജിന്നുകളെയും മനുഷ്യരെയും വെക്കട്ടെ, എന്നിട്ട് അവർക്ക് മുകളിൽ ഞങ്ങൾ കയറി നിൽക്കട്ടെ. എന്നാൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ അദാബിൽ നിന്ന്, ഈ ശിക്ഷയിൽ നിന്ന്, ഈ കെടുതിയിൽ നിന്ന് ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമല്ലോ. റബ്ബന അരിനല്ലദീനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യരാലും ജിന്നുകളാലും ജനങ്ങൾക്ക് ഹിദായത്തിന്റെ ഭാഗം നഷ്ടപ്പെടുകയും ലലാലത്തിന്റെ ആളുകളായിക്കൊണ്ട് മാറുകയും ചെയ്യും എന്ന സ്വഭാവം, മനുഷ്യർക്കുള്ളതുപോലെയുള്ള സ്വഭാവം ജിന്നുകൾക്കും ഉണ്ടാകുമെന്ന് അല്ലാഹു പറയുന്നു. ജിന്നുകളും മനുഷ്യരും തമ്മിൽ മറ്റു പല വിഷയങ്ങളിലും സാമ്യതയുള്ളതായിക്കൊണ്ടും ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഖുല്ല ഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅ്തൂ ബിമിസ്ലി ഹാദൽ ഖുർആൻ. ഖുർആൻ കൊണ്ട് വിളിക്കപ്പെട്ടവരാണ് മനുഷ്യ സമൂഹം. ഇത് അല്ലാഹുവിന്റെ കലാമാണ്. ഇതിനോട് തുല്യമായിക്കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹു തആല അവിശ്വാസികളെ വെല്ലുവിളിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വെല്ലുവിളി മനുഷ്യരോട് മാത്രമല്ല, നിഷേധികളാകുന്ന ജിന്നുകളോടും അല്ലാഹു ഈ വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. അതാണ് ലഇനിജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു, മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടുകയാണെങ്കിൽ, ഈ ഖുർആന് തുല്യമായ ഒന്നിനെ കൊണ്ടുവരാൻ അവർ ഒരുമിച്ച് കൂടുകയാണെങ്കിലും അവർക്ക് സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മനുഷ്യൻ വെള്ളം കുടിക്കും, അതുപോലെ തന്നെ മനുഷ്യർ ഭക്ഷണം കഴിക്കും. ഇതേ രൂപത്തിൽ വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, ഭോജനശീലം എന്നുള്ളത് മനുഷ്യരെ പോലെ ജിന്നുകൾക്കുമുണ്ട്. മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ യഅകുലു അഹദുക്കും ബിശിമാലിഹി
വലാ യശ്റുബ് ബിശ്ശിമാലിഹി, വലത്തെ കൈ കൊണ്ട് നിങ്ങൾ ആരും ഭക്ഷണം കഴിക്കരുത്. വലത് കൈ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആരും കുടിക്കുകയും ചെയ്യരുത്. കാരണം ഫഇന്ന ശൈത്താന യഅകുലു ബിശ്ശിമാലിഹി വയശ്റബു ബിശ്ശിമാലിഹി, ഇടത്തെ കൈ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക, വെള്ളം പാനീയങ്ങൾ കുടിക്കുക, ഇത് പിശാചിന്റെ സ്വഭാവമാണ്. ആ പിശാച് ശൈത്താൻ അത് വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ താല്പര്യം എന്താ? നിങ്ങൾ മുഅ്മിനീങ്ങൾ വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും വലത്തെ കൈ കൊണ്ടായിരിക്കണം, ഇടത്തെ കൈ കൊണ്ട് ചെയ്യരുത്. ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നുള്ളത് പിശാചിന്റെ പ്രവർത്തനമാണ്. അപ്പൊ പിശാചും വെള്ളം കുടിക്കലും ഭക്ഷണം കഴിക്കലും ഈ സ്വഭാവം മനുഷ്യനെ പോലെ ജിന്നുകൾക്കുമുണ്ട്, പിശാചിനുമുണ്ട്. എന്നാൽ എന്താണ് പിശാചിന്റെ ഭക്ഷണം? എന്താണ് ജിന്നുകളുടെ ഭക്ഷണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലൈലത്തുൽ ജിന്നിലുണ്ടായ ഒരു സംഭവം വിശദീകരിച്ചുകൊണ്ട് സുദീർഘമായ സംഭവമാണ്. അതിന്റെ ആ സംഭവത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കുല്ലു ആലിമിൻ ദുക്കിറ സ്മുല്ലാഹി അലൈഹി യഖഉ ഫീ യദി അഹദികും ഔഫറു മാ കാന ലഹ്മാ വകുല്ലു ബഅരിൻ അലഫുൻ ലിദവാബികും. അറുക്കപ്പെട്ട മൃഗങ്ങളുടെ എല്ലുകൾ അത് ജിന്നുകളിൽ നിന്നുമുള്ള മുഅ്മിനീങ്ങളുടെ ഭക്ഷണമാണ്. ഹലാലായ മൃഗങ്ങൾ മുഅ്മിനീങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങൾ, ആ മൃഗങ്ങളുടെ എല്ലുകളാണ് മുഅ്മിനുകളായ ജിന്നുകളുടെ ഭക്ഷണം. അതുപോലെ തന്നെ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ ബുജൈരിമ് പോലെയുള്ള കിതാബുകളും വിശദീകരിക്കുന്നു. എന്നാൽ അറുക്കപ്പെട്ടതിന്റെ എല്ലുകളും അതുപോലെ തന്നെ ചത്ത മൃഗങ്ങളുടെ എല്ലുകളും, ആ എല്ലുകളാണ് കാഫിറുകളായ ജിന്നുകളുടെ ഭക്ഷണം. ചുരുക്കത്തിൽ ജിന്നുകളുടെ ഭക്ഷണം അത് എല്ലുകളാണ്. മുഅ്മിനീങ്ങളായ ജിന്നുകൾ അറുക്കപ്പെട്ട മൃഗങ്ങളുടെ, ഹലാലായ മൃഗങ്ങളുടെ എല്ലുകൾ ഭക്ഷിക്കുമ്പോൾ അറുക്കപ്പെട്ടതോ ശവങ്ങളോ എന്ന് വ്യത്യാസമില്ലാതെ ഏത് മൃഗത്തിന്റെയും എല്ല് കാഫിറുകളായ ജിന്നുകൾ അഥവാ ശയാത്തീൻ ഭക്ഷിക്കുമെന്ന് ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ഇമത്ത് രേഖപ്പെടുത്തുന്നു. വകുല്ലു ബഅരിൻ അലഫുൽ ലിദവാബികും, ഉണങ്ങിയ കാഷ്ടങ്ങൾ അത് മനുഷ്യന്റേതാണെങ്കിലും മൃഗത്തിൻ്റെതാണെങ്കിലും അത് ഈ മൃഗങ്ങളുടെ ഭക്ഷണമാകുന്നു. മൃഗങ്ങളുടെ ഭക്ഷണമാണ് ഉണക്കക്കാഷ്ടങ്ങൾ. മനുഷ്യരുടേതാവട്ടെ അതുപോലെ തന്നെ മൃഗങ്ങളുടേതാവട്ടെ. നമ്മൾ സാധാരണ ഫിഖഹിന്റെ കിതാബുകളിലൊക്കെ പറയാറുണ്ടല്ലോ, ഇസ്തിൻജാഇനെ കുറിച്ച്, എല്ല് കൊണ്ട് ഇസ്തിൻജാ ചെയ്യരുത്. അതുപോലെ തന്നെ ഉണക്കക്കാഷ്ടം കൊണ്ടും ഇസ്തിൻജാ ചെയ്യരുത്. കാരണം അത് ജിന്നുകളുടെ ഭക്ഷണമാണ്. മഹാനായ ഇമാം ബുജൈരി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, ഉണക്കക്കാഷ്ടം അത് ജിന്നുകളുടെ ഭക്ഷണമാകുന്നു എന്നതിന്റെ താല്പര്യം മഹാനായ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഉണക്കക്കാഷ്ടങ്ങളിൽ നിന്ന് പച്ച പുല്ലുകൾ ഉണ്ടാകും. ഈ പച്ച പുല്ലുകളാണ് ജിന്നുകളുടെ മൃഗങ്ങൾ ഭക്ഷിക്കുന്നത്. ഇത് ജിന്നുകളുടെ മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ ജിന്നുകൾക്ക് പ്രത്യേക മൃഗങ്ങളുണ്ടോ? അതല്ല, നാം സാധാരണ കാണുന്നതും ഉപയോഗിക്കുന്നതുമായ മൃഗങ്ങൾ തന്നെയാണോ ജിന്നുകളുടെ ഈ മൃഗങ്ങൾ? ഇവിടെയും പണ്ഡിതന്മാർക്ക് അഇമത്തിന് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ജിന്നുകൾ പ്രത്യേക പടപ്പുകളാണ്, പ്രത്യേക സൃഷ്ടികളാണ്. അതുപോലെ അല്ലാഹു തആല അവർക്ക് പ്രത്യേകമായ മൃഗങ്ങളെയും പടച്ചിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട ഇമാമുമാരെയും കാണാം. മനുഷ്യരിൽ ആണും പെണ്ണുമുള്ളതുപോലെ ജിന്നുകളിലും ആണും പെണ്ണുമുണ്ട്. മൂത്രപ്പുരയിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതുപോലെ തന്നെ കക്കൂസിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെല്ലേണ്ടുന്ന ഇസ്തിആദത്തിനെ കുറിച്ച്, ദിക്റിനെ കുറിച്ച് ഹദീസുകളിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ഏതാണ് ഈ ഖുബുസും ഖബായിസും? ആൺപിശാചുക്കളും പെൺപിശാചുക്കളും. അപ്പൊ ആണ് പെണ്ണ് എന്നീ രണ്ട് വിഭാഗങ്ങൾ മനുഷ്യരിലുള്ളതുപോലെ ജിന്നുകളിലുമുണ്ട് എന്നാണ് ഈ ഹദീസുകളിൽ നിന്ന്
ഈ വിശദീകരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. മാത്രമല്ല, മനുഷ്യർക്ക് സന്താനോൽപാദനം മനുഷ്യരിൽ ഉണ്ടാകുന്നത് പോലെ സന്താനങ്ങളെ ഉൽപാദിപ്പിക്കുക എന്ന ഈ സ്വഭാവം ജിന്നുകളിലുമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞല്ലോ, വഇദ് ഖുൽനാ ലിൽ മലായികത്തി ആണും പെണ്ണും ജിന്നുകളിലുള്ളതുപോലെ മനുഷ്യർക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നത് പോലെ സന്താനങ്ങൾ ഉണ്ടാവുക എന്ന സ്വഭാവവും ജിന്നുകളിൽ ഉണ്ട് എന്നാണ് ഖുർആൻ. കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബിഹി അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാഅ മിൻ ദൂനി വഹും ലക്കും അദുവ്വും ബിഅസലിൽ ളാലിമീന ബദല. പരിശുദ്ധ ഖുർആൻ അങ്ങനെ പറയുന്നു. അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാഅ മിൻ ദൂനി. പിശാചിനെയും പിശാചിന്റെ മക്കളെയും സന്താനങ്ങളെയും നിങ്ങൾ സഹായികളും നിങ്ങൾ കൈകാര്യകർത്താക്കളും ആക്കുകയാണോ? വഹുവ അഹും ലക്കും അദുവ്വും ബിഅസലിൽ ളാലിമീന ബദല. എന്നാൽ പിശാചും പിശാചിന്റെ സന്താനങ്ങളും നിങ്ങൾക്ക് വ്യക്തമായ ശത്രുക്കളാകുന്നു ഖുർആൻ പറയുന്നു. ആ പിശാചിന്റെ സന്താനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് പിശാചിന് സന്താനങ്ങൾ ഉണ്ടാകുന്നത്? ഇബ്ലീസിന് അതുപോലെ തന്നെ ജിന്നുകൾക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മനുഷ്യർക്കിടയിൽ നിക്കാഹുകൾ, കല്യാണങ്ങൾ, വിവാഹങ്ങൾ നടക്കുന്നത് പോലെ ജിന്നുകൾക്കിടയിലും നിക്കാഹുകൾ നടക്കുന്നുണ്ടോ? മനുഷ്യർക്കിടയിൽ ലൈംഗിക ബന്ധങ്ങൾ നടക്കുന്നത് പോലെ ജിന്നുകൾക്കിടയിലും ലൈംഗിക ബന്ധങ്ങൾ നടക്കുന്നുണ്ട്. എത്രത്തോളം നമ്മുടെ അയിമത്ത് വളരെ മനോഹരമായിക്കൊണ്ടാണല്ലോ വിശദീകരിക്കുന്നത്. മനുഷ്യരും ജിന്നുകളും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമോ? അങ്ങനെ ഏർപ്പെട്ടാൽ എന്താണ് അതിന്റെ വിധി? ഒരു മനുഷ്യന് ജിന്നിനെ നിക്കാഹ് ചെയ്യാൻ പറ്റുമോ? ഒരു മനുഷ്യന് ഒരു ജിന്നിനെ കാണുമ്പോൾ അതിന്റെ ഹുക്കം എന്താണ്? അതിന്റെ വിധി എന്താണ്? ഇതൊക്കെ വളരെ മനോഹരമായിക്കൊണ്ട് നമ്മുടെ ഇമാമാർ കിതാബിൽ വിശദീകരിക്കുന്നുണ്ടല്ലോ. ഇബ്ലീസിന് എങ്ങനെയാണ് മക്കൾ ഉണ്ടാവുക? സാധാരണ ജിന്നുകൾ പരസ്പരം ഇണചേരുകയും അതിലൂടെ സന്താനോൽപാദനം നടക്കുകയും ചെയ്യുമെന്ന് കിതാബുകളിൽ പറയുന്നു, ഇമാമാർ വിശദീകരിക്കുന്നു. അതിനു പുറമെ ഇബ്ലീസിന് മക്കളുണ്ടാകുന്ന രീതി, അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാഅ മിൻ ദൂനി, ശൈത്താനിന് പിശാചിന് സന്താനങ്ങളുണ്ട് എന്ന് ഖുർആൻ പറയുമ്പോൾ എങ്ങനെയാണ് ഈ ശൈത്താനിന് പിശാചിന് സന്താനങ്ങൾ ഉണ്ടാകുന്നത്? ബഹുമാനപ്പെട്ട താബിഈങ്ങളിൽ പ്രമുഖരായ മുജാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം, ഇബ്ലീസിന് തന്നെ ആണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യഭാഗങ്ങൾ ഇബ്ലീസിന്റെ ശരീരത്തിൽ തന്നെ അല്ലാഹു പടച്ചിട്ടുണ്ട്. ഇബ്ലീസിന്റെ ശരീരത്തിൽ തന്നെ ആണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യഭാഗങ്ങൾ അല്ലാഹു പടച്ചു. ആ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ലൈംഗികമായി ബന്ധത്തിലേർപ്പെടുകയും അങ്ങനെ മുട്ടകൾ ഉണ്ടാവുകയും ആ മുട്ടകൾ വിരിഞ്ഞുകൊണ്ട് ഇബ്ലീസിന് മക്കളുണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് മഹാനായ ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണം. എന്നാൽ മറ്റു ചില അയിമത്ത് വിശദീകരിക്കുന്നു, ഇബ്ലീസിന്റെ ഒരു കാലിൽ ആണിന്റെ ഗുഹ്യഭാഗവും മറ്റേ കാലിൽ പെണ്ണിന്റെ ഗുഹ്യഭാഗവും അങ്ങനെ തമ്മിലാണ് ചേരുന്നു. അങ്ങനെ മുട്ടകൾ ഉണ്ടാകുന്നു. ഏതായിരുന്നാലും ഇബ്ലീസിന് മക്കളുണ്ടാകുന്നത് മനുഷ്യൻ പ്രസവിക്കുന്നത് പോലെ പ്രസവിച്ചുകൊണ്ടല്ല, മുട്ടകൾ വിരിഞ്ഞുകൊണ്ടാണ് എന്നാണ് മഹാനായ ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണം. എന്നാൽ
ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു കുറച്ചുകൂടി സൂക്ഷ്മമായ അഭിപ്രായമാണ് ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, പിശാചിന് സന്താനങ്ങൾ ഉണ്ടാകുമെന്ന് ഖുർആൻ പറഞ്ഞു. എന്നാൽ പിശാചിന്റെ സന്താനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഏത് രീതിയിലാണ്, ഇതിനെക്കുറിച്ച് ഖുർആന്റെ വിശദീകരണം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പിശാചിന് സന്താനങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കണം. എങ്ങനെയാണ് സന്താനങ്ങൾ ഉണ്ടാകുന്നത്, ഇതിനെക്കുറിച്ചുള്ള വിവരം നമുക്ക് ലഭ്യമല്ല. ആ കാര്യം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യുക. അല്ലാഹു അഅലം. ഇതാണ് ഈ വിഷയത്തിലുള്ള മാർഗമെന്ന് മഹാനായ ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെടുന്നു. മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യർ, കോടിക്കണക്കിന് ആളുകളുണ്ട്. ഇതേ രൂപത്തിൽ തന്നെ പിശാചും ശൈത്താന്മാരും ജിന്നുകളും കോടിക്കണക്കിന് ജിന്നുകളുണ്ട്. ജനിക്കുന്നു, മരിക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു. ഈ പ്രക്രിയ മനുഷ്യനുള്ളതുപോലെ തന്നെ പിശാചുക്കളിലുമുണ്ട്. മനുഷ്യൻ മരണപ്പെടുമ്പോ വിശ്വാസികൾ അനന്തര കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മനുഷ്യരെ മറവു ചെയ്യുന്നു. ഇതേ രൂപത്തിൽ ജിന്നുകൾ മരിക്കുമ്പോ നല്ല ജിന്നുകൾ അവരോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ മറവു ചെയ്യുന്നു. എന്നാൽ അബുൽ ജഅൻ, മനുഷ്യരുടെ പിതാവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണല്ലോ. പിശാച് ജിന്നുകളിൽ ഒന്നാമൻ ഇബ്ലീസാണ്, അബുൽ ജാൻ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു തആല അവരെ പടച്ചു. അവർക്ക് അല്ലാഹു നിശ്ചയിച്ച ആയുസ് കഴിഞ്ഞു, അവർ വഫാത്തായി. എന്നാൽ അബുൽ ജാനാകുന്ന ഇബ്ലീസ് മരണപ്പെട്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ ദീർഘായുസാർക്ക് എന്ന് ചോദിച്ചാൽ അത് ഇബ്ലീസിനാണ്. സ്വർഗത്തിൽ നിന്ന് അല്ലാഹു തആല ഇബ്ലീസിനെ പുറത്താക്കി. ആ സമയത്ത് ഇബ്ലീസും അല്ലാഹുവും തമ്മിൽ നടന്ന ചർച്ച, ആ ചർച്ചയിൽ, ആ സംസാരത്തിൽ അല്ലാഹുവിനോട് ഇബ്ലീസ് ആവശ്യപ്പെടുന്ന കാര്യം ഖുർആൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഖാല അൻദിർനി ഇലാ യൗമി യുബ്അസൂൻ, അല്ലാഹുവേ ബഅസിന്റെ സമയം വരെ എനിക്ക് നീ ആയുസ് തരണം. ബഅസിന്റെ സമയം വരെ എനിക്ക് നീ ആയുസ് തരണം. അതൊരു വല്ലാത്ത ചോദ്യമായിരുന്നു. പുനർജന്മത്തിന്റെ സമയം വരെ എനിക്ക് നീ ആയുസ് തരണം. പുനർജന്മം വരെ ഒരാൾ മരണപ്പെട്ടില്ല എങ്കിൽ പിന്നീട് ആ വ്യക്തിക്ക് മരണം ഉണ്ടാവുകയില്ല. മരണം സംഭവിക്കുന്നത് പുനർജന്മത്തിന് മുമ്പാണല്ലോ. പിശാച് ആവശ്യപ്പെടുന്നതോ പുനർജന്മം വരെ എനിക്ക് ആയുസ് വേണമെന്ന. റബ്ബി അൻദിർനി ഇലാ യൗമി യുബ്അസൂൻ, പുനർജന്മം വരെ, ബഅസിന്റെ സമയം വരെ എനിക്ക് നീ ആയുസ് നൽകണം. ബഅസിന്റെ സമയം വരെ ആയുസ് നൽകുന്നെങ്കിൽ ബഅസിന് ശേഷം ഇനി ഒരിക്കലും മരണമില്ല. ചുരുക്കത്തിൽ പിശാച് ആവശ്യപ്പെടുന്ന കാര്യം, ഇബ്ലീസ് ആവശ്യപ്പെടുന്ന കാര്യം എന്താ? എനിക്കൊരിക്കലും മരണം സംഭവിക്കരുത് എന്നുള്ളതാ. അള്ളാഹുവിന്റെ മറുപടി എന്താ? ഖാല ഫഇന്നക മിനൽ മുൻദരീൻ, അതെ, നിനക്ക് കൂടുതൽ ആയുസ്സുണ്ട്. ഇബ്ലീസ് ചോദിച്ചത് യൗമുൽ ബഅസ് വരെയുള്ള ആയുസ്സിനെയാണ്. അള്ളാഹു കൊടുത്ത ആയുസ്സോ ഒന്നാമത്തെ ഊത്ത് വരെയുള്ള ആയുസ് അള്ളാഹു ഇബ്ലീസിന് കൊടുത്തിട്ടുണ്ട്. യൗമുൽ ബഅസ് വരെയുള്ള ആയുസ്സിന് അള്ളാഹുവിനോട് ഇബ്ലീസ് ചോദിച്ചു. അള്ളാഹു കൊടുത്തതോ നഫ്ഖത്തുൻ ഊല വരെയുള്ള, ഒന്നാമത്തെ ഊത്ത് വരെയുള്ള ആയുസ്സിന് അള്ളാഹു തല കൊടുത്തു. ഇബ്ലീസ് എന്താണോ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത്, ആ ആവശ്യപ്പെട്ട കാര്യം അപ്പടി അള്ളാഹു തആല ഇബ്ലീസിന് കൊടുത്തിട്ടില്ല. തത്വത്തിൽ ഇവിടെ ഇബ്ലീസ് ആവശ്യപ്പെടുന്നത് ഒരിക്കലും മരിക്കാതിരിക്കുക എന്നുള്ളതിനെയാണ്. പക്ഷേ കുല്ലുമൻ അലൈഹാ ഫാൻ, എല്ലാവർക്കും മരണം സംഭവിക്കും. ഇതിൽ നിന്ന് ഇബ്ലീസും ഒഴിവല്ല. പക്ഷെ ഇബ്ലീസിന്റെ മരണത്തിന് കുറച്ച് വൈകുമെന്ന് മാത്രം. നഫ്ഖത്തുൻ ഊല, ഒന്നാമത്തെ ഊത്ത് വരെ ഇബ്ലീസിന് ആയുസ്സുണ്ടാകും. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടുള്ളത്. ജിന്നുകളുമായി കൊണ്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, വയഖ്ദിറൂന അല തശക്കുൽ ബി അഷ്കാലി മുഖ്തലിഫ വഅലൽ അഅമാലി ഷാഖത്തി ഫീ അസ്റഇ സമൻ. വയഖ്ദിറൂന അല തശക്കുൽ ബി അഷ്കാലി മുഖ്തലിഫ, വ്യത്യസ്ത രൂപത്തിൽ രൂപം പ്രാപിക്കാൻ ജിന്നുകൾക്ക് സാധിക്കും.
ഏത് രൂപത്തിലും അവർക്ക് കോലപ്പെടാം. മനുഷ്യന്റെ രൂപത്തിൽ വരാം, ആനയുടെ രൂപത്തിൽ വരാം, ഏത് രൂപത്തിലും ജിന്നുകൾക്ക് രൂപം പ്രാപിക്കാം. വയഖ്ദിറൂന അല തശക്കുലി ബി അഷ്കാലി മുഖ്തലിഫ വഅലൽ അഅ്മാലി ഷാഖ, വളരെ പ്രയാസകരമായ ജോലികൾ അസ്റഉ സമനിലായിക്കൊണ്ട്, വളരെ ചുരുങ്ങിയ സമയങ്ങളിലായിക്കൊണ്ട് നിർവഹിക്കാൻ അവർക്ക് സാധിക്കും. ഈ രൂപത്തിലാണ് ജിന്നുകളുടെ പ്രകൃതി അള്ളാഹു നൽകിയിട്ടുള്ളത്. ഏത് രൂപത്തിലും അവർക്ക് രൂപം പ്രാപിക്കാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തന്നെ വിശദീകരിക്കുന്നു, ജിന്നുകൾ 3 തരത്തിലുണ്ട്. ദു അജ്നിഹ, ജറകുള്ള ജിന്നുകൾ. ആ ജറകുള്ള ജിന്നുകൾ അന്തരീക്ഷത്തിൽ അങ്ങനെ പാറിക്കളിച്ചുകൊണ്ടിരിക്കും. മറ്റൊന്ന് ഹയ്യാത്തുൻ, പാമ്പിന്റെ രൂപത്തിലുള്ള ജിന്നുകൾ. മൂന്നാമത്തെ വിഭാഗം ആഖറൂന, മറ്റൊരു വിഭാഗമുണ്ട്, അവർ മനുഷ്യർക്കിടയിൽ ഇറങ്ങുകയും മനുഷ്യർക്കിടയിൽ അവർ താമസിക്കുകയും ചെയ്യും. മനുഷ്യർക്കിടയിൽ ഇറങ്ങുകയും മനുഷ്യർക്കിടയിൽ താമസിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ജിന്നുകളും ജിന്നുകളുടെ കൂട്ടത്തിലുണ്ട്. മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഖലഖല്ലാഹുൽ ജിന്ന സലാസത അസ്നാഫ്, അല്ലാഹു തആല ജിന്നുകളെ 3 വിഭാഗമായി കൊണ്ടാണ് പടച്ചിട്ടുള്ളത്. ഒന്ന് ഹയ്യാത്തുൻ വ അഖാരിബു, പാമ്പുകളും തേളുകളും, പാമ്പിന്റെയും തേളിന്റെയും രൂപത്തിലുള്ള ജിന്നുകൾ. വ ഹശാശുൽ അർള്, ഭൂമിയിലുള്ള മറ്റ് ഇഴജന്തുക്കളും പ്രാണികളും, ഈ രൂപത്തിലും ജിന്നുകളുണ്ട്. വസിൻഫുൻ കർരീഹി ഫിൽ ഹവാ, കാറ്റിനെ പോലെ അന്തരീക്ഷത്തിൽ പാറി നടക്കാൻ കഴിയുന്ന ജിന്നുകളും ജിന്നുകളുടെ കൂട്ടത്തിലുണ്ട്. പാമ്പിന്റെ കൂട്ടത്തിലുള്ള, പാമ്പിന്റെ രൂപത്തിലുള്ള, അതുപോലെ തന്നെ തേളിന്റെ രൂപത്തിലുള്ള ജിന്നുകൾ, ഭൂമിയിലുള്ള മറ്റ് പ്രാണികൾ, മറ്റ് ജന്തുക്കൾ, അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ ഇഷ്ടം പോലെ പാറി നടക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ജിന്നുകൾ, ഇതൊക്കെ ജിന്നുകളുടെ കൂട്ടത്തിലുള്ളവയാണ്. ബഹുമാനപ്പെട്ട ഇമാം നസാഇ റളിയല്ലാഹു അൻഹു അവരുടെ സുനനുൽ കുബ്രയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇപ്രകാരം കാണാം. ബഹുമാനപ്പെട്ട അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനൊരിക്കൽ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നു. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹുവിന്റെ അടുത്ത് അബൂ സഈദ് റളിയല്ലാഹു അൻഹു ചെന്നപ്പോ ഫവജത്തുഹു യുസല്ലി, ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോ മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിസ്കരിക്കുകയാണ്. ഫജലസ്തു അന്തളിറുഹു, നിസ്കാരം കഴിയട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, എന്ന് കാത്തുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നു. ഫസമിഅതു തഹരീകൻ തഹത സരീരിഹി ഫി ബൈതിഹി, അപ്പൊ അബൂ സഈദിന്റെ വീട്ടിലുള്ള മഹാനായ സഹാബി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു വീട്ടിലുള്ള ഒരു കട്ടിലിന്റെ താഴെ ഞാനൊരു അനക്കം കേട്ടു. ബഹുമാനപ്പെട്ട അവർ നിസ്കരിക്കുകയാണ്. ഞാൻ നിസ്കാരം കഴിയട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നിസ്കാരം കഴിയട്ടെ എന്ന് കരുതി ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ അവരുടെ കട്ടിലിന്റെ താഴെ ഒരു അനക്കം ഞാൻ കേട്ടു. ഫൈദൻ ഹയ്യത്തുൻ, എന്താണ് ഈ അനങ്ങണത് എന്ന് നോക്കിയപ്പോ ഒരു പാമ്പാണ്. ഫഖുംതു ലിഅഖ്തുലഹ, ആ പാമ്പിനെ കൊല്ലട്ടെ, കാരണം വീട്ടിനുള്ളിലുള്ള പാമ്പാണല്ലോ, അപകടം വരുത്തുമല്ലോ എന്ന് കരുതിക്കൊണ്ട് ആ പാമ്പിനെ കൊല്ലാൻ വേണ്ടി ഞാൻ എണീറ്റു. അപ്പൊ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഫഅശാറ ഇലയ്യ അബൂ സഈദിൻ ഇജ്ലിസ്, നീ കൊല്ലാൻ പോകണ്ട, അവിടെ ഇരിക്ക് എന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു എനിക്ക് ഇശാറത്ത് നൽകി. ഫജലസ്തു, അപ്പൊ ഞാൻ ആ പാമ്പിനെ കൊല്ലാൻ പോയില്ല, ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഫലമ്മൻ സറഫ, അവരുടെ നിസ്കാരം കഴിഞ്ഞപ്പോ അശാറ ഇല ബൈത്തിൻ ഫിദ്ദാർ, ആ വീട്ടിലുള്ള ഒരു റൂമിലേക്ക് ചൂണ്ടിക്കൊണ്ട് മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തറാ ഹാദൽ ബൈത്ത, ഈ റൂം നീ ശ്രദ്ധിക്കുന്നുണ്ടോ? ഫഖുൽതു നഅം, അതെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഫഖാല, എന്നിട്ട് ഈ റൂമിൽ ഒരു പുതുമാരനും അദ്ദേഹത്തിന്റെ പുതുമണവാട്ടിയും താമസിച്ചിരുന്നു. ഈ റൂമിൽ
ആ സമയത്താണ് ഖന്തക്കിൽ കിടങ്ങ് കുഴിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പോകുന്നത്. ഈ സംഭവം പറയുന്നത് മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിനോടാണ് പറയുന്നത്, ഈ റൂമിൽ ഒരു പുതുമാരനും പുതുമണവാട്ടിയും താമസിച്ചിരുന്നു. അങ്ങനെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഖന്തഖ് യുദ്ധത്തിന്റെ ആവശ്യത്തിന് വേണ്ടി കിടങ്ങ് കുഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. ഫകാന ദാലിക്കൽ ഫത്താ യസ്തഇദിനുഹു ബി അൻസാഫിൻ നഹാർ യുതാലിഉ അഹ്ലഹു. അങ്ങനെ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം പകല് മധ്യസമയമായിട്ടുണ്ട്. ആ സമയമായപ്പോ ഈ പുതുമണവാളൻ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി സമ്മതം ചോദിച്ചു. ഫസ്തഇദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ, ഒരു ദിവസം വന്നുകൊണ്ട് സമ്മതം ചോദിച്ചു. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ സമ്മതം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഖുദ് സിലാഹക ഫഇന്നി അഖ്ശാ അലൈക ഖുറൈള, നീ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോ ആയുധം കൂടി നീ കയ്യിൽ വെച്ചോ. കാരണം പോകുന്ന വഴിയിൽ ഖുറൈള ഗോത്രത്തിൽപ്പെട്ട ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ നിന്നെ അപകടത്തിൽപ്പെടുത്തും. അങ്ങനെ അപകടത്തിൽപ്പെടുത്താതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ആയുധങ്ങൾ നീ കൈവശം സൂക്ഷിച്ചോ എന്ന് നബി തങ്ങൾ എന്നോട് പറഞ്ഞു. ഫഅഖദർ റജുലു സിലാഹഹു സുമ്മ ദഹബ. നബി തങ്ങൾ പറഞ്ഞതനുസരിച്ച് ആയുധം കയ്യിൽ വെച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോ ഫഇദാ ഹുവ ബിഇംറഅതിഹി ഖായിമത്തുൻ ബൈനൽ ബാബൈൻ. ഈ സഹോദരന്റെ, ഈ പുതുമണവാളന്റെ ഭാര്യ തന്റെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ട് നിൽക്കുന്നു. പുറത്തിറങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഈ സംഭവം, ഈ കാഴ്ച ഈ ഭർത്താവ് കണ്ടപ്പോ ഭർത്താവിന് ദേഷ്യം വന്നു. ഫഹയ്യ അലഹ അർറുംഹ ലിയത്ഗനഹ ബിഹ. കയ്യിലുള്ള ആയുധം, ആ ആയുധം കൊണ്ട് ഈ തന്റെ ഭാര്യയെ കുത്താൻ വേണ്ടി, ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങി. കാരണം റൂമിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുന്നത് കണ്ടപ്പോ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. വഅസാബത്തുഹുൽ ഗൈറ, ദേഷ്യം വന്നു. ഫഖാലത്ത്, അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, ഭാര്യ പറഞ്ഞു, ഉഖ്ഫ് റുംഹക, നിങ്ങൾ എന്നെ ആക്രമിക്കാൻ വരട്ടെ. ഹത്താ തറാ മാ ഫി ബൈതിക, ഞാൻ എന്താ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കാൻ കാരണമെന്ന് നിങ്ങൾ നോക്ക്. ഞാൻ എന്തുകൊണ്ടാണ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുന്നത് എന്ന് നിങ്ങൾ റൂം പരിശോധിക്ക്. ഫദഖല, ഈ ഭർത്താവ് റൂമിലേക്ക് കയറി. ഫൈദൻ ഹുവ ബിഹയ്യത്തിൻ മത്വിയത്തിൻ അലാ ഫിറാശിഹി. ആ വിരിപ്പിൽ ഒരു പാമ്പ് ചുരുണ്ട് കിടക്കുന്നുണ്ട്. ഈ പാമ്പ് ചുരുണ്ട് കിടക്കുന്നത് കണ്ടപ്പോ പേടിച്ചിട്ടാണ് തന്റെ ഭാര്യ പുറത്തിറങ്ങി നിൽക്കുന്നത്. ഇതുകൊണ്ടാണ് റൂമിലേക്ക് നോക്ക്, ഞാൻ എന്താണ് പുറത്തിറങ്ങി നിൽക്കാൻ കാരണമെന്ന് നിങ്ങൾ നോക്കി എന്ന് ഈ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞത്. ഈ പാമ്പിനെ കണ്ടപ്പോ ഫറകസ ഫീഹാ അർറുംഹ ഫന്തളമഹ ഫീഹി, ഈ തന്റെ കയ്യിലുള്ള കുന്തം കൊണ്ട് ഈ വിരിപ്പിൽ കിടക്കുന്ന പാമ്പിനെ കുത്തി. ആ പാമ്പ് ഈ കുന്തത്തിൽ കടന്നുകൊണ്ട് അങ്ങനെ പെടഞ്ഞു. സുമ്മ ഖറജ ഫനസബഹു ഫിദ്ദാർ ഫൽതറബത്തിൽ ഹയ്യതു ഫീ റഅസിർ റുംഹ്. ഈ പാമ്പ് ഈ കുന്തത്തിൽ കടന്നുകൊണ്ട് പെടയുന്ന സമയത്ത് വഖറൽ ഫതാ മയ്യിത, ഈ ഭർത്താവ്, ഈ സഹോദരൻ പെട്ടെന്ന് വീണ് മരിക്കുകയും ചെയ്തു. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫമാ യുദ്റാ അയ്യുഹുമാ കാന അസ്റഅ മൗതൻ അൽ ഫതാ അമിൽ ഹയ്യ. ഇവിടെ ഈ കുന്തം കൊണ്ട് കുത്തിയ ഈ പാമ്പാണോ ആദ്യം ജീവൻ പോയത്, അതല്ല ഈ സഹാബിയായ ഈ ഭർത്താവാണോ ആദ്യം മരിച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഫജിഇനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കർനാ ദാലിക ലഹു. ഖന്തക്കിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതം ചോദിച്ചുകൊണ്ടാണല്ലോ ഈ സഹോദരൻ വീട്ടിലേക്ക് കയറിപ്പോയിട്ടുള്ളത്. ഞങ്ങൾ ഈ വിഷയം ഇങ്ങനെ വീട്ടിൽ ചെന്നപ്പോ ഭാര്യ പുറത്തിറങ്ങി നിൽക്കുന്നത് കണ്ടപ്പോ ദേഷ്യം പിടിച്ചു. അങ്ങനെ കയ്യിലുള്ള കുന്തം കൊണ്ട് ഭാര്യയ്ക്ക് നേരെ ഓങ്ങി. അപ്പൊ ഭാര്യ, ഞാൻ എന്താണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കാൻ കാരണമെന്ന് നിങ്ങൾ നോക്കണം, റൂമിലേക്ക് നിങ്ങൾ നോക്കണമെന്ന് ഭാര്യ പറഞ്ഞു. ആ ഭാര്യ പറഞ്ഞപ്പോ വീട്ടിലേക്ക് നോക്കിയപ്പോ ആ റൂമിലേക്ക് നോക്കിയപ്പോ വിരിപ്പിൽ ചുരുണ്ട് കിടക്കുന്ന വലിയൊരു പാമ്പിനെ കണ്ടു. ആ പാമ്പിനെ കുന്തം കൊണ്ട് കുത്തി ആ കുന്തത്തിൽ കടന്നുകൊണ്ട് പാമ്പ് പെടഞ്ഞു. ആ സമയത്ത് ഈ സഹോദരൻ വീഴുകയും മരിക്കുകയും ചെയ്തു. ഈ പാമ്പും ചത്തു, ഈ സഹോദരനും മരണപ്പെട്ടു. ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞങ്ങൾ ചെന്നുകൊണ്ട് പറഞ്ഞു. ഫദക്കർനാ ദാലിക ലഹു വഖുൽനാ യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലഹു അൻ യുഹ്യിഹു. അതുകൊണ്ട് റസൂലെ, നിങ്ങൾ ദുആ എടുക്കണം,
ഈ സഹോദരന് വീണ്ടും ഹയാത്ത് കിട്ടണം, അതിനുവേണ്ടി നിങ്ങൾ ദ്വാരക്കണമെന്ന് പറഞ്ഞു. ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, ഇസ്തഗ്ഫിറൂ ലി സാഹിബിക്കും, നിങ്ങൾ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടിക്കോ, അതാണ് നല്ലത്. സുമ്മക്കാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇവിടെയാണ് നമ്മുടെ വിഷയം. സുമ്മക്കാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ബിൽ മദീനത്തി ജിന്ന, മദീനയിൽ കുറെ ജിന്നുകളുണ്ട്. ഖദ് അസ്ലമു, ആ ജിന്നുകളൊക്കെ മുസ്ലിമായ ജിന്നുകളാണ്. ഫമൻ ബദാലക്കും മിൻഹു ഫഅ്ദിനൂഹു സലാസ ഫഇൻ ആദ ഫഖ്തുലൂഹു ഫഇന്നമാ ഹുവ ശൈത്താനുൻ. മദീനയിൽ കുറെ ജിന്നുകളുണ്ട്, ആ ജിന്നുകളൊക്കെ മുസ്ലിമായ ജിന്നുകളാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ജിന്ന്, ഏതെങ്കിലും ഒരു പാമ്പ് നിങ്ങൾക്ക് വെളിവാകുന്നെങ്കിൽ ആ പാമ്പിനോട് നിങ്ങൾ 3 തവണ പോകാൻ വേണ്ടി ആവശ്യപ്പെടണം. 3 തവണ പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടും പോയിട്ടില്ലെങ്കിൽ ഫഖ്തുലൂഹു, അപ്പൊ നിങ്ങൾ ആ പാമ്പിനെ കൊല്ലുക. ഫഇന്നമാ ഹുവ ശൈത്താനുൻ, 3 തവണ പോയിട്ടും പറഞ്ഞിട്ടും ആ പാമ്പ് പോകുന്നില്ലെങ്കിൽ അത് ശൈത്താനായിരിക്കും, അത് പിശാചായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പാമ്പിനെ കുറിച്ച്, ഈ സഹാബി മരണപ്പെടാൻ കാരണമായ, വഫാത്താവാൻ കാരണമായ ഈ പാമ്പിനെ കുറിച്ചുള്ള വിശദീകരണത്തിലാണ് ഈ സംഭവം കാണുന്നത്. ഈ സംഭവം ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രമുഖരായ പല മുഹദ്ദിസീങ്ങളും റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഒരു സംഭവമാണിത്. അഥവാ പാമ്പിന്റെ രൂപത്തിൽ ജിന്നുകൾ വരും, പാമ്പിന്റെ രൂപത്തിൽ ജിന്നുകൾ വരും. അങ്ങനെ ജിന്നുകൾ വരുമ്പോ, അങ്ങനെ പാമ്പിനെ കാണുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് കൊല്ലരുത്. ഒരുപക്ഷെ അത് ജിന്നാവാൻ, സാലിഹായ മുഅ്മിനായ ജിന്നാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സാലിഹായ നല്ല ജിന്നുകളാണെങ്കിൽ അതിന്റെ പ്രയാസം നിങ്ങൾക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് നിങ്ങൾ പാമ്പിനെ കാണുന്നെങ്കിൽ 3 തവണ പോകാൻ വേണ്ടി ആവശ്യപ്പെടണം. എന്നിട്ടും പോകുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെ കൊന്നോ. കാരണം ഒന്നുകിൽ അത് പിശാചായിരിക്കും, അതല്ലെങ്കിൽ അത് ഒറിജിനൽ പാമ്പ് തന്നെയായിരിക്കും. ഈ വിഷയം പറയുമ്പോൾ അനുബന്ധമായ ചില കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പാമ്പിനെ കൊല്ലലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സംഭവങ്ങൾ. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹ് മുസ്ലിമിൽ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അതിന് തർജമ നൽകിയപ്പോ, അതിന് ഹെഡിങ് നൽകിയപ്പോ, ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു നൽകിയ ഒരു ഹെഡിങ് ഇപ്രകാരം കാണാം: ബാബു ഖത്ലിൽ ഹയ്യാത്തി, പാമ്പുകളെ കൊല്ലുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം. പാമ്പിനെ കൊല്ലലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല ഹദീസുകളും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഉഖ്തുലുൽ ഹയ്യാത്ത്, നിങ്ങൾ പാമ്പിനെ കൊല്ലുക. ദീർഘമായ ഹദീസാണ്, നിങ്ങൾ പാമ്പിനെ കൊല്ലുക. പിന്നെ എന്നിട്ട് ഹദീസിന്റെ ബാക്കി ഭാഗത്ത് ഇങ്ങനെ കാണാം, ഫകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യഖ്തുലു കുല്ല ഹയ്യ വജദഹ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാണുന്ന പാമ്പിനെ മുഴുവൻ കൊല്ലും. ഫഅബ്സറഹു അബൂ ലുബാബ, ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പാമ്പിനെ കൊല്ലുന്നതായി കൊണ്ട് അബൂ ലുബാബ എന്നിവർ കണ്ടു. ഔ സയ്യിദ് ഇബ്നുൽ ഖത്താബ്, അതല്ല സയ്യിദ് ഇബ്നുൽ ഖത്താബ് എന്നവരാണോ കണ്ടത്, സംശയമുണ്ട്. വഹുവ യുതാരിദു ഹയ്യ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഹയ്യത്തിന്റെ, ഒരു പാമ്പിന്റെ പിന്നാലെ പോവാ. ഫഖാല, അപ്പോ അബൂ ലുബാബ എന്നൊരു പറഞ്ഞു, ഇന്നഹു ഖദ് നഹാ അൻ ദവാത്തിൽ ബുയൂത്ത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു പാമ്പിനെ പിടിക്കാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി പിന്നാലെ പോകുന്നതായിക്കൊണ്ട് മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ ബഹുമാനപ്പെട്ടവർ പറയാണ്, ഇല്ല, ആ പാമ്പിനെ നിങ്ങൾ കൊല്ലരുത്. കാരണം ഇന്നഹു ഖദ് നഹാൻ ദവാത്തിൽ ബുയൂത്ത്, വീട്ടിലുള്ള പാമ്പുകളെ കൊല്ലാൻ പാടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സഹീഹ് മുസ്ലിമിൽ തന്നെ ഈ സംഭവം പറയുന്നു. ഖാല അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഫലബിസ്തു ലാ അത്റുകു ഹയ്യതൻ അറാഹ ഇല്ലാ ഖതൽതുഹാ, ഏത് പാമ്പിനെ കണ്ടാലും ഞാൻ കൊല്ലും, അതിന്റെ പതിവായിരുന്നു. ഫബൈന അന ഉതാരിദു ഹയ്യതൻ യൗമൻ മിൻ ദവാത്തിൽ ബുയൂത്ത്, വീട്ടിന്റെ അടുത്ത് കണ്ട ഒരു പാമ്പിനെ കൊല്ലാൻ വേണ്ടി അതിന്റെ പിന്നാലെ ഞാൻ പോവാ. ആ സമയത്ത് മർറബി സയ്യിദ് ഇബ്നുൽ ഖത്താബ് ഔ അബൂ ലുബാബ വ അന ഉതാരിദുഹ, ഞാൻ പാമ്പിന്റെ പിന്നാലെ പോവാ. ഫഖാല, അവർ പറഞ്ഞു, മഹ്ല യാ അബ്ദുല്ലാ, അല്ല അബ്ദുല്ലാ, നിങ്ങൾ ഈ പണി നിർത്തണം. ഫഖുൽതു ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഖത്ലിഹിന്ന, ഞാൻ പറഞ്ഞു ഇതിനെന്താ പ്രശ്നം, കാരണം പാമ്പിനെ കൊല്ലാൻ വേണ്ടി നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ. ഖാല, അബൂ ലുബാബ എന്നൊരു പറയുന്നു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് നഹാ അൻ ദവാത്തിൽ ബുയൂത്ത്, അല്ല, എല്ലാ പാമ്പിനെയും കൊല്ലാൻ നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. വീട്ടുപരിസരത്ത് കാണുന്ന, വീട്ടിന്റെ ഉള്ളിൽ കാണുന്ന പാമ്പുകളെ കൊല്ലരുത് എന്നാണ് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ
മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം, ഖാല ദഖൽനാ അലാ അബീ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു ഫബൈനമാ നഹ്നു ജുലൂസുൻ ഇദ് സമിഅനാ തഹത സരീരിഹി ഹറക ഫനദർനാ ഫൈദൻ ഹയ്യത്തുൻ. കട്ടിലിന്റെ ചോട്ടിൽ അബൂ സഈദ് അൽ-ഖുദരി എന്നവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ കട്ടിലിന്റെ ചോട്ടിൽ നിന്ന് അനക്കം കേട്ടു. ആ അനക്കം കേട്ട ഭാഗത്ത് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു പാമ്പാണ്. ആ പാമ്പിനെ കൊല്ലാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങിയപ്പോ ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ലിഹാദിഹിൽ ബുയൂതി അവാമിറ ഫഇദാ റഅയ്തും ശൈഅൻ മിൻഹാ ഫഹർജു അലൈഹാ സലാസ ഫഇൻ ദഹബ വഇല്ല ഫഖ്തുലൂഹു ഫഇന്നഹു കാഫിറുൻ. വീട്ടിന്റെ ജനങ്ങൾ താമസിക്കുന്ന ഭാഗത്ത് നിങ്ങൾ പാമ്പുകളെ കാണുകയാണെങ്കിൽ ആ പാമ്പിനോട് 3 തവണ നിങ്ങൾ പോകാൻ വേണ്ടി പറയണം. അങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ കൊല്ലരുത്. അങ്ങനെ പോകുന്നില്ലെങ്കിൽ ആ പാമ്പിനെ നിങ്ങൾ കൊന്നോളൂ. ഫഇന്നഹു കാഫിറുൻ, ആ പാമ്പ് കാഫിറായിരിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന ബിൽ മദീനത്തി നഫറ മിനൽ ജിന്ന്, മദീനയിൽ കുറെ ജിന്നുകളുണ്ട്. ഖദ് അസ്ലമു, ആ ജിന്നുകളൊക്കെ മുസ്ലിമായവരാ. അതുകൊണ്ട് ഫമൻ റആ ശൈഅൻ മിൻ ഹാദിഹിൽ അവാമിരി ഫല്യുദിൻഹു സലാസ, 3 തവണ നിങ്ങൾ പോകാൻ പറയണം. ഫൈൻ ബദാലഹു ബഅദു, എന്നിട്ടും പോകുന്നില്ലെങ്കിൽ ഫല്യഖ്തുലുഹു, പിന്നെ നിങ്ങൾ കൊന്നോളൂ. ഇങ്ങനെ പാമ്പിനെ കൊല്ലലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഹദീസുകളും സഹീഹ് മുസ്ലിമിലും അതുപോലെ തന്നെ സുനനു തുർമുദിയിലും മറ്റ് പല കിതാബുകളിലും കാണാം. പാമ്പിനെ കണ്ടാൽ അതിനോട് പോകാൻ ആവശ്യപ്പെടണം, പാമ്പിനെ നിങ്ങൾ പെട്ടെന്ന് കൊല്ലരുത് എന്ന് പറയുന്ന ഹദീസ്. എന്താണ് ഈ സംഭവം? പാമ്പിനെ കൊല്ലലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കർമ്മശാസ്ത്ര വിധി എന്താണ് അയിമ്മത്ത് പറഞ്ഞിട്ടുള്ളത്? ജിന്നുകൾ പാമ്പിന്റെ രൂപത്തിൽ വരും. അതുകൊണ്ട് നിങ്ങൾ കാണുന്ന ഈ പാമ്പ് ഒരുപക്ഷെ ജിന്നായിരിക്കാം. അത് ജിന്നുകളാണെങ്കിൽ ആ പാമ്പിനെ നിങ്ങൾ കൊല്ലുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ കൊല്ലരുത്, 3 തവണ നിങ്ങൾ പറയണം എന്നൊക്കെ പറയുന്ന പല ഹദീസുകളും. എന്താണ് ഇതിന്റെ കൃത്യമായ വിശദീകരണം? മഹാന്മാരായ അഇമ്മത്ത് പലതരത്തിലും ഈ വിഷയത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു സഹീഹ് മുസ്ലിമിന്റെ ശറഹിൽ ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നു, ലാ തുഖ്തലു ഹയ്യാത്തു മദീനത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ബി ഇൻദാരിഹ. ഒരു പാമ്പിനെ കാണുമ്പോൾ ആ പാമ്പിനോട് പോകാൻ വേണ്ടി ആവശ്യപ്പെടണം. അങ്ങനെ ആവശ്യപ്പെട്ടതിന് ശേഷം മാത്രമേ കൊല്ലാവൂ. ഈ നിയമമുള്ളത് മദീനയിൽ കാണുന്ന പാമ്പുകൾക്ക് മാത്രമുള്ളതാണ്. ലാ തുഖ്തലു ഹയ്യാത്ത് മദീന, മദീനയിലെ പാമ്പുകളെ കൊല്ലരുത്, ഇല്ലാ ബി ഇൻദാരിഹ, അവകളോട് പോകാൻ പറഞ്ഞതിന് ശേഷമല്ലാതെ. അങ്ങനെ പോകാൻ വേണ്ടി ആവശ്യപ്പെട്ട് 3 തവണ പോകാൻ വേണ്ടി പറയണം. 3 തവണ പോകാൻ വേണ്ടി ആവശ്യപ്പെടണമെന്ന് പറയുമ്പോൾ അത് 3 ദിവസം ആവശ്യപ്പെടണമെന്നാണോ അല്ല 3 തവണ ആവശ്യപ്പെടണമെന്നാണോ? ഇവിടെയും വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. ഇങ്ങനെ ആവശ്യപ്പെടലിന്റെ ഹുക്കുമെന്ത്? അത് വാജിബാണോ സുന്നത്താണോ? സുന്നത്താണ് എന്നാണ് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് ഫതാവൽ ഹദീസിയിൽ. 1 തവണ ആവശ്യപ്പെട്ടാൽ തന്നെ സുന്നത്ത് ലഭിക്കുമെന്നും എന്നാൽ 3 തവണ ആവശ്യപ്പെടലാണ് ഏറ്റവും അഫ്ദലെന്നും ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. അത് മദീനയിലെ പാമ്പുകളുടെ മാത്രം പ്രത്യേകതയാണെന്നാണ് ഒരഭിപ്രായം. വഅമ്മാ ഹയ്യാത്തു ഗൈറിൽ മദീന ഫീ ജമീഇൽ അർളി വൽ ബയൂത്ത് വദ്ദുവർ, മദീനയല്ലാത്ത ഭൂമിയുടെ ഏത് ഭാഗത്തുള്ള പാമ്പുകളാണെങ്കിലും ഫയുൻദബു ഖത്ലുഹാ മിൻ ഗൈരി ഇൻദാരിൻ, അവിടെ ആ പാമ്പുകളോട് പോകാൻ പറയേണ്ടുന്ന ആവശ്യമില്ല, അല്ലാതെ തന്നെ അവകളെ കൊല്ലൽ സുന്നത്താകുന്നു. ലിഉമൂമിൽ അഹാദീസ് സഹീഹ ഫിൽ അംരി ബിഖത്ലിഹ, കാരണം പാമ്പുകളെ കൊല്ലണമെന്ന് ഹദീസ് വന്നിട്ടുണ്ട്. അപ്പൊ ജിന്നുകളാവാം, അതുകൊണ്ട് നിങ്ങൾ കൊല്ലരുത്, പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്ന 3 തവണ എന്ന് പറഞ്ഞ നിയമം അത് മദീനയിലെ പാമ്പുകൾക്ക് മാത്രമുള്ളതാണ്. മറ്റേത് സ്ഥലത്തെ പാമ്പുകളാണെങ്കിലും, വീട്ടിനുള്ളിലുള്ള പാമ്പാണെങ്കിലും പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും അതിനൊന്നും ഈ നിയമം ബാധകമല്ല. വദഹബതു ത്വായിഫത്തു മിനൽ ഉലമാഇ ഇലാ ഉമൂമിൻ നഹി ഫീ ഹയ്യാത്തിൽ ബുയൂതി ബികുല്ലി ബലദിൻ, എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് മദീനയിൽ മാത്രമല്ല ഏത് സ്ഥലത്താണെങ്കിലും വീട്ടിനകത്തു കാണുന്ന പാമ്പുകളെ പെട്ടെന്ന് കൊല്ലരുത്. വീട്ടിനകത്ത് കാണുന്ന പാമ്പുകളാണെങ്കിൽ ആ പാമ്പുകളോട്, അതേത് രാജ്യത്തുള്ള പാമ്പുകളാണെങ്കിലും ഏത് രാജ്യത്തുള്ള വീടാണെങ്കിലും വീട്ടിനകത്ത് കാണുന്ന പാമ്പുകളാണെങ്കിൽ അവകളോട് 3 തവണ പോകാൻ വേണ്ടി ആവശ്യപ്പെടണം. അതിനുശേഷം മാത്രമേ കൊല്ലാവൂ. എന്നാൽ 3 തവണ ആവശ്യപ്പെടാതെ കൊല്ലുന്നെങ്കിലോ അത് സുന്നത്തിനെതിരാണ്. ഇങ്ങനെയാണ്
മഹാന്മാരായ ഉലമാ ഈ വിഷയത്തെ വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ പാമ്പിനോട് ചുരുക്കത്തിൽ രണ്ടഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത്. ഒന്ന്, മദീനയിലെ പാമ്പുകൾക്ക് മാത്രമുള്ള നിയമമാണ് പോകാൻ വേണ്ടി ആവശ്യപ്പെടണമെന്നുള്ള നിയമം. മറ്റൊരഭിപ്രായം, മദീനയിലെ പാമ്പുകൾ മാത്രമല്ല, ഏത് സ്ഥലത്താണെങ്കിലും വീട്ടിനകത്ത് കാണുന്ന പാമ്പുകളാണെങ്കിൽ ആ പാമ്പുകളെ പെട്ടെന്ന് കൊല്ലരുത്, 3 തവണ അവകളോട് പോകാൻ വേണ്ടി ആവശ്യപ്പെടണം. എന്നാൽ പാമ്പുകളോട് പോകാൻ വേണ്ടി ആവശ്യപ്പെടേണ്ടുന്ന രൂപം എങ്ങനെയാണ് പാമ്പുകളോട് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെടേണ്ടത്? ഇതും മഹാന്മാരായ ഉലമാ വിശദീകരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ഒരു വിശദീകരണം ബഹുമാനപ്പെട്ടവരോട് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയായിക്കൊണ്ട് പറയുന്നുണ്ട്. ഫതാവൽ കുബ്രയിൽ ഈ കാര്യം രേഖപ്പെടുത്തുന്നു. ഇന്നാ നസ്അലുക ബി അഹദി നൂഹിൻ അലൈഹിസ്സലാം വബി അഹദി സുലൈമാൻ ഇബ്നു ദാവൂദ അലൈഹിമസ്സലാം ലാ തുഉദൂന. ഇങ്ങനെയാണ് നിങ്ങൾ ആവശ്യപ്പെടേണ്ടത്. ഇദാ ലഹറത്തിൽ ഹയ്യത്ത് ഫിൽ മസ്കൻ, താമസിക്കുന്ന സ്ഥലത്ത് ഒരു പാമ്പിനെ കണ്ടാൽ ഫഖൂലു ലഹ, ആ പാമ്പിനോട് നിങ്ങൾ പറയണേ, ഇന്നാ നസ്അലുക ബി അഹദി നൂഹിൻ അലൈഹിസ്സലാം വബി അഹദി സുലൈമാൻ ഇബ്നു ദാവൂദ അലൈഹിമസ്സലാം ലാ തുഉദൂന എന്ന് ആവശ്യപ്പെടണം 3 തവണ. അതിനുശേഷം മാത്രമേ പാമ്പിനെ കൊല്ലാവൂ. കാരണം ഈ പ്രത്യക്ഷപ്പെടുന്ന പാമ്പ് ഈ രൂപത്തിലാവാൻ സാധ്യതയുണ്ട്. ജിന്നുകളുടെ സൃഷ്ടിപ്പെങ്ങനെ, ജിന്നുകളും മനുഷ്യരും തമ്മിൽ ഏതൊക്കെ വിഷയത്തിൽ സാമ്യമുണ്ട്, ജിന്നുകൾക്ക് തക്ലീഫുണ്ടോ, ജിന്നുകൾക്ക് നരകവും സ്വർഗവുമുണ്ടോ, ജിന്നുകൾ ഏതൊക്കെ രൂപത്തിൽ വരും, ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ സംസാരിച്ചു. കൂട്ടത്തിൽ ജിന്നുകൾ പാമ്പിന്റെ രൂപത്തിൽ വരാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ പാമ്പിന്റെ രൂപത്തിൽ ജിന്നുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ജിന്നുകൾ ആ പാമ്പിനെ കൊല്ലുമ്പോൾ ചില പ്രയാസങ്ങൾ നേരിടാൻ സാധ്യതയുണ്ടെന്നും പറയുന്ന ഹദീസുകളും അതിനെക്കുറിച്ച് ഉലമാഇന്റെ 2 വീക്ഷണങ്ങളുമാണ്, അഭിപ്രായങ്ങളുമാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ജിന്നുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, ജിന്ന് ബാധയുണ്ടാകുന്നത് എങ്ങനെയാണ്, ജിന്നിന്റെ വിവിധ രൂപങ്ങൾ, മറ്റു രൂപങ്ങൾ എന്തൊക്കെയാണ്, ജിന്നിന്റെ സഹവാസം എങ്ങനെയാണ് ഉണ്ടാവുക, ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ മറ്റ് പല ഭാഗങ്ങളും ഈ വിഷയത്തിൽ നമുക്ക് സംസാരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത സമയങ്ങളിലായിക്കൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഈ വിഷയം വളരെ സുദീർഘമാണ്. പല ഭാഗങ്ങളും ഈ വിഷയത്തിൽ മനസ്സിലാക്കാനും സംസാരിക്കാനുമുണ്ട്. ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് അതൊക്കെ അബദ്ധങ്ങളാണ്, തെറ്റിദ്ധാരണകളാണ്, അന്ധവിശ്വാസങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒഴിവാക്കാനും തള്ളാനും വയ്യ. അതേസമയം ജിന്നെന്ന് കേൾക്കുമ്പോഴേക്ക്, പിശാചെന്ന് കേൾക്കുമ്പോഴേക്ക് എന്തൊക്കെയോ ചില ഭീകര രൂപങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്ന് എന്തൊക്കെ ചില ധാരണകൾ, ചില ഇല്ലാക്കഥകളൊക്കെ കെട്ടിയുണ്ടാക്കി അങ്ങനെ ജിന്നിനെയും പിശാചിനെയും അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ജിന്നിന്റെയും പിശാചിന്റെയും യഥാർത്ഥ വസ്തുത, അതിന്റെ അവസ്ഥകൾ എന്തൊക്കെയാണ്? ഇതാണ് നമ്മളിവിടെ അഹ്ലുസുന്നയുടെ നിലപാട് എന്ന ഈ ടൈറ്റിലിൽ നമ്മളിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി ഭാഗങ്ങളൊക്കെ മനോഹരമായി കൈകാര്യം ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഏതാനും സമയം, ഒരു 10 മിനിറ്റ് സമയം നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിലുള്ള സംശയ നിവാരണത്തിന് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. ഈ വിഷയത്തിൽ സംശയങ്ങൾ ധാരാളം ഉണ്ടാകും. കാരണം ഈ വിഷയത്തിന്റെ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ.
ആ ഭാഗങ്ങളെക്കുറിച്ചൊക്കെ പരിപൂർണമായി സംസാരിക്കുമ്പോഴാണ് ഈ വിഷയത്തിന്റെ എല്ലാ ഭാഗങ്ങളെക്കുറിച്ചും ബഹുമാനപ്പെട്ട ശ്രോതാക്കളെ നമുക്കൊരു ധാരണ കൃത്യമായിക്കൊണ്ട് ലഭിക്കുക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസരം പോലെ ആ ഭാഗങ്ങളൊക്കെ മറ്റു സമയങ്ങളിൽ നമുക്ക് സംസാരിക്കാം. പടച്ചറബ് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചോദിക്കാനുള്ളത്, പിന്നെ മനുഷ്യന് ജിന്നിനെ കാണാൻ സാധിക്കോ, അതേപോലെ തന്നെ ജിന്നിന് മനുഷ്യനെ കാണാൻ സാധിക്കോ, അവർക്ക് പരസ്പരം സഹായങ്ങൾ കൈമാറാൻ സാധിക്കോ? ഈ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ജിന്നേറ്റ ആള് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ജിന്ന് സഹായിക്കുന്നു കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു കൊടുക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു വിശദീകരണം. പിന്നെ അതിലപ്പുറം ഈ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ പരസ്പരം മനുഷ്യന്മാർ തമ്മിൽ സഹായിക്കണം, അഥവാ ഒരു അപകടം പറ്റി കിടക്കണ ഒരു മനുഷ്യന് അപകടം പറ്റി കിടക്കുന്നുണ്ട്, അത് കണ്ടുകൊണ്ട് വേറൊരാൾക്ക് അതുകൂടെ നടന്നു പോകാൻ പറ്റില്ല, അയാളെ സഹായിക്കണമല്ലോ. ഇതേപോലെ ഒരു മനുഷ്യന് അപകടം പറ്റി കിടക്കുന്ന കണ്ടാൽ ജിന്ന് കാണുകയാണെങ്കിൽ ജിന്നിന് മനുഷ്യനെ സഹായിക്കൽ ബാധ്യത ഉണ്ടോ എന്നുള്ളതാണ് മെയിനായിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരസ്പരം കാണാൻ സാധിക്കുമോ? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരസ്പരമുള്ള കാണലിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഭാഗമാണത്. ജിന്നുകൾക്ക് മനുഷ്യരെ കാണാൻ സാധിക്കും. എന്നാൽ എല്ലാ സന്ദർഭങ്ങളിലും മനുഷ്യർക്ക് ജിന്നിനെ കാണാൻ സാധിക്കണമെന്നില്ല. ജിന്നുകൾക്ക് മനുഷ്യരെ കാണാൻ കഴിയും. എന്നാൽ എല്ലാ സമയങ്ങളിലും മനുഷ്യർക്ക് ജിന്നിനെ തിരിച്ചങ്ങോട്ട് കാണാൻ കഴിയണമെന്നില്ല. എന്നാൽ ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതും ശരിയല്ല. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു മനുഷ്യർക്ക് ഒരിക്കലും ജിന്നിനെ കാണാൻ സാധിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്കുകളെ എല്ലാ ഇമാമിയങ്ങളും വിശദീകരിക്കുന്നത് അല്ലാഹു തആല ജിന്നിനെ ഏത് രൂപത്തിലാണോ പടച്ചിട്ടുള്ളത് ആ ജിന്നിന്റെ യഥാർത്ഥ രൂപം എന്താണോ ആ രൂപത്തിലായിക്കൊണ്ട് മനുഷ്യർക്ക് കാണാൻ സാധിക്കൂല എന്നാണ്. എന്നാൽ ജിന്നിന്റെ അസ്ലിയായ രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റേത് രൂപം ജിന്ന് പ്രാപിച്ചാലും ആ രൂപത്തിലായിക്കൊണ്ട് മനുഷ്യർക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലാഹു തആല ജിന്നിനെ ഏത് രൂപത്തിൽ പടച്ചോ ആ പടച്ച രൂപത്തിലായിക്കൊണ്ട് തന്നെ അംബിയാഇനും ഔലിയാക്കൾക്കും കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ വിശദീകരണങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെയും ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹുവിന്റെയും കിതാബുകളിൽ കാണാൻ സാധിക്കും. മനുഷ്യർ പരസ്പരം സഹായിക്കണം. എന്നാൽ ഒരു മനുഷ്യനെ ജിന്ന് സഹായിക്കുക അത് ജിന്നിന് ബാധ്യതയുള്ള കാര്യമാണോ? ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് ഒരു ജിന്ന് കാണുമ്പോൾ ഈ അപകടത്തിൽ പെട്ട് കിടക്കുന്ന മനുഷ്യനെ ജിന്ന് സഹായിക്കണോ? അത് ജിന്നിന് ബാധ്യതയുണ്ടോ? ഇത് ഞാൻ ജിന്നിന്റെ തക്ലീഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ജിന്നുകൾക്ക് തക്ലീഫുണ്ട്, ജിന്നുകൾക്ക് നിയമങ്ങളുണ്ട്. എന്നാൽ ജിന്നുകൾക്കുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ് ജിന്നുകളുടെ വുജൂബ്, ജിന്നുകളുടെ സുന്നത്തുകൾ എന്തൊക്കെയാണ്? ഇതിന്റെ തഫ്സീലുകൾ നമുക്കറിയുകയില്ല. ലാ നഅലമു തഫാസീലഹ എന്നാണ് തുഹ്ഫത്തുൽ മുഹ്താജ് പറഞ്ഞത്. ജിന്നുകൾക്ക് നിയമങ്ങളുണ്ട് എന്നുള്ളത് ശരി, പക്ഷേ ജിന്നുകൾക്കുള്ള നിയമങ്ങൾ എന്തൊക്കെ? ജിന്നുകൾ ഒരു മനുഷ്യനെ തിരിച്ചിങ്ങോട്ട് സഹായിക്കുക എന്നുള്ള ജിന്നിന്റെ നിർബന്ധമാണോ അല്ല ഹലാലാണോ സുന്നത്താണോ? ഈ നിയമങ്ങൾ നമുക്കറിയുകയില്ല. ഈ നിയമങ്ങളെക്കുറിച്ച് അള്ളാഹുവോ റസൂലോ മറ്റ് പ്രാമാണികമായിക്കൊണ്ടുള്ള രേഖകളോ ഇല്ല. ഇത്തരം വിഷയങ്ങളിൽ എന്താണോ വിശദീകരിക്കപ്പെട്ടത് ആ വിശദീകരിക്കപ്പെട്ട ഭാഗത്ത് നിൽക്കുകയും വിശദീകരിക്കപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാം ഇൽമ് അള്ളാഹുലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹു അലം എന്ന് പറയുകയും ചെയ്യുക എന്ന രീതി മാത്രമാണ് നമുക്ക് പറ്റൂ. അതുകൊണ്ട് മനുഷ്യനെ ജിന്ന് തിരിച്ചു സഹായിക്കൽ ജിന്നിന് ബാധ്യതയുണ്ടോ ഇല്ലേ എന്ന വിഷയം ജിന്നിനോട് തക്ലീഫ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ പറയാൻ സാധിക്കൂ. ജിന്നിനോട് തക്ലീഫ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വിശദീകരണങ്ങൾ നമ്മുടെ കിതാബുകളിലോ
ഹദീസുകളിലോ പ്രമാണങ്ങളിലോ വന്നിട്ടില്ല. അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ നമുക്ക് അതിനെപ്പറ്റി വിവരമില്ല എന്നർത്ഥം പറഞ്ഞു. എന്നാൽ ഈ ഒരിക്കൽ പിന്നെ ഫൈസൽ മുലേരോട് ഒരാൾ ചോദ്യം ചോദിച്ചപ്പോ അതിന്റെ മറുപടിയുടെ കൂട്ടത്തിൽ അയാൾ പറഞ്ഞു, ജിന്നിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ അപകടം പറ്റി കിടക്കുമ്പോ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യനെ സഹായിക്കാനുള്ള ബാധ്യത ഇല്ല എന്നാണ് മൂപ്പര് പറഞ്ഞത്. മൂപ്പര് എന്താർത്ഥത്തിലാണ് ആ പറഞ്ഞത് എന്ന് ഒന്ന് പറയാൻ പറ്റുമോ? മൂപ്പര് എന്താർത്ഥത്തിലാണ് പറഞ്ഞത് ശരിക്കും പറയാൻ പറ്റില്ലെങ്കിലും അതിന് ഏതായാലും ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. ഫൈസൽ മുല്ലേർ എന്ന് പറഞ്ഞാൽ മുജാഹിദിന്റെ ഫൈസൽ മുല്ലേരാട്ടാ പറഞ്ഞത്. ഒരു മനുഷ്യന് അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഇത് ഒരു ജിന്ന് കാണുമ്പോ ആ ജിന്ന് ഈ മനുഷ്യനെ തിരിച്ചിങ്ങോട്ട് സഹായിക്കൽ ബാധ്യതയുണ്ടോ? ഇത് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജിന്നുകൾക്ക് വാജിബായ കാര്യം എന്ത്, ജിന്നുകളുടെ തെക്ലീഫുകൾ എന്തൊക്കെ, ജിന്നുകൾക്ക് സുന്നത്തായ കാര്യങ്ങൾ എന്തൊക്കെ, ഇത് അറിയുമെങ്കിൽ, ഇത് അറിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് പറയാൻ സാധിക്കൂ. ജിന്നുകളുടെ തെക്ലീഫുകൾ എന്തൊക്കെയാണ് എന്നുള്ള വിവരണം പ്രാമാണികമായി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമുക്ക് അഭിപ്രായം പറയാനും സാധ്യമല്ല എന്നുള്ളതാണ് ശരി. പിന്നെ ഫൈസൽ മൗലവി പറഞ്ഞ ഒരു തലീം വായില്ലാത്തൊരു ഒരു മൗലവിയാണ്. തലീം വായില്ല എന്നുള്ളത് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ കാരണം അദ്ദേഹത്തെക്കുറിച്ചുള്ള അനുഭവങ്ങളും അദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവും അനുഭവങ്ങളും ധാരാളമുള്ളത് കൊണ്ടാണ്. ജിന്നിനെ കുറിച്ചാണെങ്കിലും മറ്റെന്തിനെ കുറിച്ചാണെങ്കിലും ഒരു ധാരണയില്ല, ഒരു വിവരവുമില്ല. രാവിലെ പറഞ്ഞാലേ ഉച്ചക്ക് പറയാം, ഉച്ചക്ക് പറഞ്ഞാലേ വൈകുന്നേരത്ത് പറയാം. എന്നാ പിന്നെ അദ്ദേഹം നേതാവല്ലേ എന്നുള്ളതാണ്. അതാണല്ലോ ആ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഗതികേട്. ആ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഗതികേട് കുറെ തലീം വായില്ലാത്ത കുറെ ആൾക്കാർ, ആ തലീം വായില്ലാത്ത കുറെ ആൾക്കാർക്ക് തലീം വായില്ലാത്തൊരു നേതാവ്. ഇത്രേ അദ്ദേഹത്തിന്റെ കഥ ഉള്ളൂ. തലീം വായില്ലാത്ത കുറെ ആൾക്കാർ, ആ ആൾക്കാർക്ക് തലീം വായില്ലാത്തൊരു നേതാവ്. അദ്ദേഹം വായയിൽ വന്നതൊക്കെ കോതക്ക് പാട്ട് എന്ന് പറഞ്ഞ രൂപത്തിലാണ് ഫൈസൽ മൂലയുടെ കഥ. അതുകൊണ്ട് ഫൈസൽ മൂലയുടെ കാര്യം ഒഴിവാക്കലാണ് നല്ലത്. അദ്ദേഹത്തോട് ചോദിക്കുക, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ജിന്നിനെ ബാധ്യതയില്ല എന്ന് പറഞ്ഞു പറഞ്ഞാൽ അദ്ദേഹം തൊള്ളൊടുക്കും. വേറെ മറുപടി ഒന്നും അവിടെ ഇല്ല. പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം, കാരണം കൗമ അങ്ങനെയാണ്, അങ്ങനെ ആവുമ്പോൾ ഇതിനെന്തും പറയാലോ. നമ്മളെ മുടിക്കുട്ടികളുടെ കാര്യം പറഞ്ഞ പോലെ ഷെയ്ഖുൽ എന്ത് പറഞ്ഞാലും അല്ലാഹു അക്ബർ ചൊല്ലി പാസ്സാക്കണ ആ ടീമിനെ പോലെയാണ് ഈ ഫൈസൽ മൗലവിയും മുജാഹിദിന്റെ ഒക്കെ കഥ. ഫൈസൽ മൗലവി സ്റ്റേജിൽ വന്ന് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൗമ സ്വീകരിക്കും, ഓല കൗമ ആ ടീം സ്വീകരിക്കും. അപ്പോ അദ്ദേഹം പറഞ്ഞു എന്നുള്ളതിനെ ഒരിക്കലും നമുക്ക് കാര്യമാക്കേണ്ടതില്ല. പിന്നെ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ നമ്മുടെ അയിമ്മത്തിന്റെ സമീപനം ഇങ്ങനെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, സമയം ഒരുപാടായെങ്കിലും ഒരിക്കലൊരു ചോദ്യമുള്ളത്, ജിന്നുകളുടെ ഹുക്കുമുകളുടെ തഫാസീലുകൾ നമുക്കറിയില്ല, നമുക്ക് ലഭ്യമല്ല എന്ന് പറയുമ്പോൾ പലതിനും സാധ്യതയുണ്ടെങ്കിലും ഈ ജിന്നുകൾക്ക് ദർസ് നടത്തി എന്ന് പല മഹാന്മാരുടെ ചരിത്രങ്ങളിലും ഒക്കെ പറഞ്ഞത് കാണാം. ഈ തഫാസീലുകളൊന്നും വിവരം അറിയില്ല എങ്കിൽ പിന്നെ എന്തായിരിക്കും അവിടെ ദർസ് എന്ന് അറിയാനൊരു താല്പര്യമുണ്ട്. അങ്ങനെ പലരും പറയുന്നല്ലോ ജിന്നുകൾക്ക് ദർസ് നടത്തിയിരുന്നു. പ്രതിനിധി മഖ്ദൂമിനെ പറ്റിയൊക്കെ പലരും ചരിത്രം വാക്കാൽ പറയപ്പെടുന്നത് കാണാം. അപ്പോൾ എന്തായിരിക്കും? ഒരു ഹദീസിന്റെ കിതാബാണോ അതല്ല ഒരു ഖുർആൻ മാത്രമാണോ? എന്തായിരിക്കും അത് എന്നൊന്നും അറിയാൻ താല്പര്യമുണ്ട്. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട സമദ് ഫൈസ് ഉസ്താദിന്റെ ഈ ചോദ്യം വളരെ ഒരു കുറിക്കുകൊള്ളുന്ന ഒരു സംശയമാണിത്. അല്ലാഹു തആല മനുഷ്യരോട്
കുറെ കൽപ്പനകൾ, കുറെ തെക്ലീഫുകൾ നടത്തിയിട്ടുണ്ട്. ഈ തെക്ലീഫുകൾ ഏതൊക്കെയാണ്? അല്ലാഹു തആല മനുഷ്യരോട് നടത്തിയ തെക്ലീഫുകളാണ് ഇന്ന് നമ്മൾ ഫിഖ്ഹിന്റെ കിതാബുകളിൽ കാണുന്നത്. കുറെ കാര്യങ്ങൾ യജിബു എന്ന് പറയും, കുറെ കാര്യങ്ങളെക്കുറിച്ച് യഹ്റുമു എന്ന് പറയും, കുറെ കാര്യങ്ങളെക്കുറിച്ച് മറ്റു നിയമങ്ങളും പറയും. എല്ലാത്തിനെക്കുറിച്ചും ഏതെങ്കിലും ഒരു നിയമം ഉണ്ടാകും. എന്നാൽ ഇതേ രൂപത്തിൽ ജിന്നുകളോടും കുറെ തെക്ലീഫുകളുണ്ട്. അക്കാര്യം തീർച്ച. നിയമങ്ങൾ തീർച്ചയായും അവർക്കുമുണ്ട്. നിയമങ്ങൾ അനുസരിക്കുന്നവരെ മുഅ്മിനുകളായും അല്ലാത്തവരെ ഫാസിക്കുകളായും കാഫിറുകളായും ആ വേർതിരിവും അവരിലുണ്ട്. ഇതൊക്കെ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമുക്ക് കുറെ ഹുക്കുമുകൾ ഉള്ളതുപോലെ അവർക്കുള്ള ഹുക്കുമുകൾ എന്തൊക്കെയാണ്? ഇന്ന കാര്യം ചെയ്യുമ്പോൾ അത് യഹ്റുമു, ഇന്നാലിന കാര്യം ചെയ്യുമ്പോൾ അത് യുസന്നു. ഇങ്ങനെയുള്ള ഈ വിവരങ്ങൾ, ഈ വിശദീകരണങ്ങൾ നമുക്കറിയില്ല. എന്തുകൊണ്ടാണ് നമുക്കറിയില്ല എന്ന് പറഞ്ഞത്? അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ശറഇൽ വന്നിട്ടില്ല, നമുക്ക് ലഭിച്ചിട്ടില്ല. ശറഇൽ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ വന്നിട്ടില്ല. അവരോട് പറയേണ്ടുന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞാൽ മതിയല്ലോ എന്ന രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം അതിനെ. എന്നാൽ പല ജിന്നുകളും മഹാന്മാരായ പല ഔലിയാവുമായി കൊണ്ട് സന്ധിക്കുകയും ചർച്ചകൾ നടത്തുകയും ഇഷ്കാലുകൾ ചോദിക്കുകയും ദർസുകളിൽ പങ്കെടുക്കുകയും അവർക്ക് വേണ്ടി, ജിന്നുകൾക്ക് വേണ്ടി പല മഹാന്മാരും ദർസ് നടത്തി എന്ന് പറയുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായിരിക്കും ആ ദർസ് നടത്തിയിട്ടുള്ള കാര്യം? ഇതാണ്. മഹാന്മാരുടെ ചരിത്രങ്ങളിലൊക്കെ ധാരാളം സംഭവങ്ങളുണ്ട്. നമ്മുടെ കിതാബുകളിൽ തന്നെ ഒട്ടനവധി സംഭവങ്ങൾ കാണാം. ജിന്നുകൾ മഹാന്മാരുടെ സദസ്സുകളിൽ പങ്കെടുത്തതും മഹാന്മാർ ജിന്നുകൾക്ക് വേണ്ടി വഅദ് പറഞ്ഞു കൊടുത്തതും അവർക്ക് വേണ്ടി കിതാബ് ഓതി കൊടുത്തതും. ജിന്നുകൾക്ക് പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ട കിതാബുകൾ മഹാന്മാർ ഓതിക്കൊടുത്തതായിക്കൊണ്ട് ചരിത്രങ്ങളിൽ കാണുന്നില്ല. ജിന്നുകളോട് മഹാന്മാർ പറഞ്ഞുകൊടുത്ത വഅദും ജിന്നുകൾക്ക് ഓതിക്കൊടുത്ത കിതാബുകളും നമുക്കുള്ള കിതാബുകളും നമ്മുടെ വഅദുകളും തന്നെയാണ്. അപ്പോൾ ആ കിതാബിലുള്ള നിയമങ്ങൾ തന്നെയാകുമോ ജിന്നുകൾക്കും? അത് ആ കിതാബിൽ തന്നെയുള്ള നിയമങ്ങൾ തന്നെയാണ് ജിന്നുകൾക്കുമുള്ളത്. അതുകൊണ്ടാണ് ജിന്നുകൾ ആ കിതാബുകൾ ഓതിയത് എന്ന് പറയാൻ പറ്റൂല. കാരണം ജിന്നുകൾ വന്നുകൊണ്ട് ഈ മഹാന്മാരായ ആളുകളുടെ പക്കൽ നിന്ന് വഅദ് കേട്ടതും കിതാബ് ഓതിയതും ഒരുപക്ഷെ മനുഷ്യർക്കുള്ള തക്ലീഫുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനാവാം. അതല്ലെങ്കിൽ ഈ മഹാന്മാരുടെ ശിഷ്യന്മാരാവുക, ഈ മഹാന്മാരുടെ സദസ്സിൽ പങ്കെടുക്കുക, ഈ മഹാന്മാരിൽ നിന്ന് ബറക്കത്ത് ലഭിക്കുക എന്ന രൂപത്തിലുമാകാം. അതല്ലാതെ ഈ കിതാബിൽ പറയുന്ന നിയമങ്ങൾ തന്നെയാണ് ജിന്നുകൾക്കുമുള്ള നിയമങ്ങൾ എന്ന് ഒരിക്കലും അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റൂല. മഖ്ദൂമിന്റെ സംഭവമാണെങ്കിലും മഹാനായ ഗൗസുൽ ആദമിന്റെ സംഭവമാണെങ്കിലും മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹുവിന്റെ സംഭവം, ഇതിലൊക്കെ ധാരാളം ഇങ്ങനെ കാണാം. ഇങ്ങനെയാണ് ഈ വിഷയത്തെക്കുറിച്ച് മഹാന്മാരായ അയിമ്മത്തുകളുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ ഭാഗം നമ്മുടെ ക്ലാസ്സിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗങ്ങളിലായിക്കൊണ്ട് ഇതിന്റെ വിശദ വിവരങ്ങൾ നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനിയുള്ള ചോദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷെ അത് വിശദീകരിക്കാൻ സംഭവം ശരിയാവില്ല എന്ന് കരുതിയിട്ട്, അതായത് വാട്സപ്പിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ സുന്നികളായ ആളുകൾ തന്നെയാണ് ദുആ ചെയ്യണത്. അതിങ്ങനെ കേട്ടാൽ ശരിക്ക് നാം ഒക്കെ അള്ളാഹുവിനോട് ചോദിക്കണ അതേ കാര്യങ്ങൾ, അതേ യാ അള്ളാ എന്ന് പറയേണ്ട സ്ഥാനത്ത് യാ റസൂലല്ലാ എന്ന് പറയുന്നുണ്ട് എന്ന് മാത്രം. ബാക്കിയൊക്കെ ദുആ ഒക്കെ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം അതേപോലെ തന്നെ. ചുരുക്കി പറഞ്ഞാല് എന്റെ ദോഷങ്ങൾ പൊറുക്കണേ നബിയേ എന്ന് പോലും പറയുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ദുആ ചെയ്യാൻ പറ്റുമോ? എന്റെ ദോഷങ്ങൾ പൊറുക്കണേ, അതുപോലെ തന്നെ ഞങ്ങളിവിടെ ഇരുന്ന് സലാത്ത് ചെല്ലുന്നുണ്ട്, നീ കാണുന്നുണ്ടല്ലോ റസൂലേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റസൂലേ. ഇങ്ങനെ ഒരു മുസ്ലിമായ മനുഷ്യന് അള്ളാഹുവിനോട് ദുആ ചെയ്യണ യാ അള്ളാ എന്ന് പറയും നമ്മൾ അവസാനം.
ആ പറയുന്ന സ്ഥാനത്ത് യാ റസൂലല്ലാ എന്ന് പറയുന്നുണ്ട് എന്ന് മാത്രം പറയുന്നുണ്ട്. യാ അല്ലാ എന്നതിന് പകരം യാ റസൂലല്ലാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദുആ അതെങ്ങനെയാണ്, ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. പിന്നെ ഈ സെഷൻ ഇന്ത്യൻ സമയം 1:15 വരെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ 1:05 ആയിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. ഉസ്താദ് വരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പല ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ വീക്ഷണപ്രകാരം അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അല്ലാത്തവരോട് ചോദിക്കേണ്ടത് എന്നുള്ള വേർതിരിവ് ഇല്ല. ഏത് കാര്യം ചോദിക്കുകയാണെങ്കിലും, ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും, ഏത് നിലപാടിൽ ചോദിക്കുന്നു എന്നുള്ളതാണ് പ്രസക്തം. ഒരു ചെറിയ കാര്യം, വളരെ നിസ്സാരമായൊരു കാര്യം, കേൾക്കുമ്പോൾ ഒരിക്കലും ഭീതി തോന്നാത്ത ഒരു ചെറിയ കാര്യം ചോദിക്കുന്നു. ആ ചെറിയ കാര്യമാണെങ്കിലും നിലപാട് തെറ്റിക്കൊണ്ട് ചോദിച്ചാൽ അത് പ്രശ്നമാണ്. എന്നാൽ കേൾക്കുമ്പോൾ ഭീതി തോന്നുന്ന ഒരു വലിയ കാര്യം, അത് നിലപാട് ശരിയാക്കിക്കൊണ്ട് ചോദിച്ചാലോ ഒരു തകരാറുമില്ല. അപ്പൊ ചോദിക്കപ്പെടുന്ന കാര്യം എന്ത് എന്നുള്ളതല്ല വിഷയം, ഏത് ധാരണയിൽ, ഏത് നിലപാടിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഷാഫി ആണ്. നബി തങ്ങൾ ഒരു വസീലയാണ്, അള്ളാഹുവിന്റെ പടപ്പാണ്, ഒരിക്കലും മഅബൂദല്ല. നബി തങ്ങളുടെ മേലെയായിക്കൊണ്ട്, ഖാലിഖായിക്കൊണ്ട്, ഇലാഹായിക്കൊണ്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ. ഈ വിശ്വാസത്തോടുകൂടി ചെറിയ കാര്യമാവട്ടെ വലിയ കാര്യമാവട്ടെ നബി തങ്ങളോട് ചോദിക്കാം. എന്നാൽ അള്ളാഹുവിനെ പോലെയുള്ള എന്തെങ്കിലും ഒരു പൂർണ്ണതയുടെ സിഫത്ത് നബി തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും നബി തങ്ങളോട് ചോദിക്കാൻ പാടില്ല. അപ്പൊ ചോദിക്കപ്പെടുന്ന കാര്യം എന്ത് എന്നുള്ളതല്ല വിഷയം, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഏത് നിലപാടിൽ ചോദിക്കുന്നു എന്നതാണ് വിഷയം. അസ്സലാമു അലൈക്കും. അപ്പോ റസൂലെ എന്റെ ദോഷങ്ങൾ പൊറുക്കണേ എന്നിപ്പോ അള്ളാഹുവെ എന്റെ ദോഷങ്ങൾ അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറയണ ദുആ ചെയ്യണ പോലെ അള്ളാഹുവെ റസൂലെ എന്റെ ദോഷങ്ങൾ പൊറുക്കണേ എന്ന് ഒരു ആള് ദുആ ചെയ്താൽ അത് ഏത് നിലപാടനുസരിച്ചാണ് ആ ദുആ ചെയ്യുന്നത്? അള്ളാഹുവെ എന്റെ ദോഷങ്ങൾ പൊറുക്കണേ എന്ന് പടച്ചവനോട് പറയുമ്പോ അള്ളാഹു ഇലാഹാണ്, അള്ളാഹു മഅബൂദാണ്, അള്ളാഹുവാണ് ലോകത്തെ മുഴുവൻ പടച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ മുകളിൽ ഇനി ഒരാളുമില്ല. അള്ളാഹുവിന് ദോഷം പൊറുക്കാൻ ഒരാളുടെയും ശുപാർശയുടെ ആവശ്യമില്ല. അള്ളാഹുവിന് എല്ലാത്തിനും അധികാരമുണ്ട്. ഈ നിലപാടിൽ അള്ളാഹുവിനോട് ദോഷം പൊറുക്കണേ എന്ന് ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഗ്ഫിറത്ത് ആവശ്യപ്പെടുമ്പോൾ ഈ പറഞ്ഞ നിലപാടിലല്ല, തീർച്ചയായും എന്റെ പാപങ്ങൾ പുറത്തു കിട്ടാൻ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ഉണ്ടാവണം. നബി തങ്ങളുടെ ശഫാഅത്ത് ഇടപെടൽ ഉണ്ടാകുമ്പോൾ എന്റെ പാപങ്ങൾ പുറത്തു കിട്ടും. നബി തങ്ങളെ നിങ്ങളതിന് കാരണക്കാരനാവണം. നബി തങ്ങളെ നിങ്ങളുടെ ശഫാഅത്ത് എനിക്ക് നിങ്ങൾ ഒഴിവാക്കരുത്. അള്ളാഹു എനിക്ക് പുറത്തു തരുന്ന വിഷയത്തിൽ അവിടുത്തെ ശഫാഅത്ത് എനിക്കുണ്ടാവണം. ഈ രൂപത്തിൽ നബി തങ്ങളോട് പൊറുക്കലിനെ തേടുന്നെങ്കിൽ, മഗ്ഫിറത്തിനെ ചോദിക്കുന്നെങ്കിൽ അത് തെറ്റായ കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ വിഷയമാണെങ്കിലും വലിയ വിഷയമാണെങ്കിലും ഏത് ധാരണയിൽ, ഏത് വിശ്വാസത്തിൽ, ഏത് നിലപാടിൽ ചോദിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. ഏത് കാര്യം ചോദിക്കുന്നു എന്നുള്ളതല്ല.
അസ്സലാമു അലൈക്കും. ആരും മൈക്കെടുക്കണത് കാണാനില്ലേ, കൈ പൊന്തിക്കണുള്ളൂ. ഒറ്റൊരു ചോദ്യം. ഇന്ന് ഈ വാട്സാപ്പിലൊക്കെ ഈ തലമറക്കണതിനെ കുറിച്ചിട്ട് ഒരു വിഷയം നടക്കുന്നുണ്ട്. അതോ ഈ തലമറക്കൽ പ്രത്യേക സുന്നത്തൊന്നുമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലമറച്ചിരുന്നു, അത് അന്നത്തെ ഒരു ആദത്തായിരുന്നു, എന്ന അറബികളുടെ ഇടയിലുള്ള ഒരു ആദത്തായിരുന്നു, മുശ്രിക്കുകൾ പോലും തലമറച്ചിട്ടുണ്ട്. അന്ന് കാലത്ത് അങ്ങനെ എല്ലാവരും തലമറച്ചിരുന്ന കാലത്താൽ തലമറച്ചിരുന്നു എന്നല്ലാതെ അതൊരു പ്രത്യേക സുന്നത്തൊന്നുമില്ല, നിസ്കരിക്കുമ്പോൾ ഏതായാലും പ്രത്യേക സുന്നത്തായിട്ടൊന്നല്ല, അതൊരു ആദത്തായതിന്റെ പേരിലുള്ള മറക്കലാണ് എന്ന് മുജാഹിദുകൾ വാട്സപ്പിലൂടെ വളരെ ഇമ്പമാർന്ന ശബ്ദത്തിലും ശൈലിയിലൊക്കെ പ്രസംഗിച്ചിട്ട് ഇങ്ങനെ ക്ലിപ്പ് വരുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ പിരാന്ത് പല രൂപത്തിലാണ്, പിരാന്ത് പല കോലത്തിലാണ്. ഈ ചിലപ്പോൾ ഈ ടൗണിൽ ബസ് സ്റ്റാൻഡിലൊക്കെ പോയാൽ കാണാം ചില പിരാന്തന്മാരിങ്ങനെ ചൂടായി നടക്കുന്നുണ്ടാവും, ഭയങ്കര ചൂടായിട്ട്, ആരോടും ഇല്ല, ഭയങ്കര ചൂടായിട്ട്. ചില പിരാന്തന്മാരിങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുന്നുണ്ടാവും. ചില പിരാന്തന്മാര് ചൂടുമല്ല ചെറിയല്ല ഇങ്ങനെ വർത്താനം പറഞ്ഞ് നടക്കുന്നുണ്ടാവും. ചില പിരാന്തന്മാരിങ്ങനെ മൗനികളായിട്ട് ഇരിക്കുന്നുണ്ടാവും. ആ കൂട്ടത്തിൽ പിരാന്ത് എന്ന് കൂട്ടുക, അല്ലാണ്ട് അതിലപ്പുറം അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഒരാൾക്ക് ഇങ്ങനെയും പറഞ്ഞൂടെ, അന്ന് തുണിയെടുത്തിരുന്നു, അന്ന് തുണിയെടുത്തത് അവർത്ത് മറച്ചത് അതാ നാട്ടിലെ ആചാരം എന്ന നിലക്കാം, അതല്ലാതെ അതൊരു ആരാധനയുടെ ഭാഗമായിട്ടൊന്നല്ല. അതുകൊണ്ട് നമ്മൾ അവർത്ത് മറക്കുക തുണിയെടുക്കുക എന്നുള്ളത് ആരാധനന്റെ ഭാഗമൊന്നുമല്ല. ഒരാൾക്ക് വേണമെങ്കിൽ തുണി അയച്ചിട്ട് നടക്കാം. അന്ന് നബിതങ്ങള് അങ്ങനെ ചെയ്തത് അതൊക്കെ ആ നാട്ടു നടപ്പിന്റെ ഭാഗമായിട്ടാണെന്ന് ഒരാൾ പറഞ്ഞാൽ അങ്ങനെ ആർക്കും എന്തും പറയാം. ഇങ്ങനെയൊക്കെ പറയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പിന്നെ CN അഹമ്മദ് മൗലവിയും അതുപോലെ തന്നെ ചേകനൂർ മൗലവിയും ഇങ്ങനെയുള്ള കുറെ ആളുകളൊക്കെ വന്ന അവരുടെയൊക്കെ ആ മനുഷ്യ ഇങ്ങനെയുള്ള ചിന്തകളായിരുന്നു. അതുകൊണ്ട് അത്തരം ഈ പിന്നെ പറയാ ന്യായങ്ങള് പിന്നെ അതിനൊക്കെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ പിരാന്തിന്റെ കൂട്ടത്തിലേക്കാണ് കൂട്ടുക, അതിന് വേറെ മരുന്നൊന്നുമില്ല. അല്ല, ഈ ഔറത്ത് മറക്കണമെന്നുണ്ട്, അതല്ല വേറെ തന്നെ ഉള്ള നിയമമാണല്ലോ. ഔറത്ത് മറക്കണം, പുരുഷന്മാർ ഇത്ര മറക്കണം, സ്ത്രീകൾ ഇത്ര മറക്കണം എന്നുള്ളത് വേറെ നിയമമുണ്ടല്ലോ. മറച്ചോളം എന്നുള്ള ശരീരത്തിന്റെ നിയമമുണ്ട്. അതേപോലെ പിന്നെ തല മറക്കണം എന്നുള്ള നിയമം ഉണ്ടോ എന്നൊക്കെയാണ് വല്ല ചോദ്യം. അസ്ഹാബുൽ അമായിമിന് മലക്കുകളുടെ ഇസ്തിഗ്ഫാർ ഉണ്ടാകുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. അസ്ഹാബുൽ അമായിമ് തലപ്പാവ് ധരിച്ചവർക്ക് മലക്കുകളുടെ ഇസ്തിഗ്ഫാർ ഉണ്ടാകും. അതുപോലെ തന്നെ തലമറക്കൽ മാത്രമല്ല പെരടി മറക്കലും, തലമറക്കൽ മാത്രമല്ല പെരടി മറക്കലും ഇങ്ങനെ തന്നെ. അപ്പൊ ഈ തലമറക്കൽ അത് തൊപ്പി കൊണ്ടാണെങ്കിലും അതുപോലെ തന്നെ തലയെക്കെട്ട് കൊണ്ടാണെങ്കിലും അതൊക്കെ ഒന്നും കേവലം ഒരു നാട്ടാചാരമായിക്കൊണ്ട് വന്നതല്ല. എന്താ പടച്ചോനെ നമ്മൾ ഈ ഇങ്ങനെയൊക്കെ ആരപ്പോ ഈ വാട്സപ്പിൽ ഇങ്ങനെയൊക്കെ പറയണത് എന്നുള്ളതാ. കാരണം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള 100 കണക്കിന് ഇമാമുമാര് അവരുടെ കിതാബുകളിൽ ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി ഹദീസുകളെ ചർവണം നടത്തിക്കൊണ്ട് നിരൂപണം നടത്തിക്കൊണ്ട് നിയമങ്ങൾ പറഞ്ഞു വെച്ചതല്ലേ. ഇത് ഇന്നൊന്നിലും തുടങ്ങിയ ചർച്ചകളോ ഏർപ്പാടോ അല്ലല്ലോ. തലയെക്കെട്ടാണെങ്കിലും തൊപ്പിയാണെങ്കിലും തല മറക്കുക എന്നുള്ളത് എങ്ങനെ വന്നു, ഈ നിയമം അതെങ്ങനെ വന്നു, നിസ്കാരത്തിൽ തലമറക്കലിന്റെ ഹുക്കം എന്താണ്, മൂത്രപ്പുര പോകുമ്പോൾ തലമറക്കലിന്റെ ഹുക്കം എന്താണ്, ഇതൊന്നും വെറുതെ കേവലം ഒരു ആചാരം എന്ന നിലയ്ക്ക് വന്ന കാര്യങ്ങളല്ല. ഇതൊന്നും കൃത്യമായ ചർച്ചയുടെ നമ്മൾ ശറഉൽ മുഅദ്ദബ് പോലെയുള്ള കിതാബുകൾ, അതുപോലെ തന്നെ ഹസനുൽ മത്താലിബ് പോലെയുള്ള കിതാബുകൾ, ഈ കിതാബുകളിലൊക്കെ വളരെ മനോഹരമായി ചർച്ച നടത്തിയതിനു ശേഷം വന്നിട്ടുള്ള നിയമങ്ങളാ. അസ്ഹാബുൽ അമായിമിന് മലക്കുകളുടെ ഇസ്തിഗ്ഫാർ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉണ്ട്. ഇആനത്ത് താലിബീനിൽ പോലും ഈ ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും വെറുതെ പ്രാമാണികമല്ലാത്ത
പ്രമാണബന്ധിതമല്ലാത്ത കേവലം നാട്ടുനടപ്പിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളല്ല. തീർച്ചയായും അടിസ്ഥാനപരമായി ഉള്ളത് തന്നെയാണ്. അവർത്തുമറക്കൽ വാജിബാണ് എന്ന നിയമമുണ്ടെങ്കിൽ അതേപോലെ തലമറക്കൽ സുന്നത്താകുന്നു എന്ന പ്രമാണവുമുണ്ട്. ഞാൻ പറഞ്ഞ ഹദീസും അതുപോലെയുള്ള മറ്റ് ഹദീസുകളും. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഈ പാമ്പിനെ കൊല്ലാന്ന് പറഞ്ഞ ഈ ഭാര്യമാർ പ്രഗ്നന്റ് ആവുമ്പോ പാമ്പിനെ കൊല്ലാൻ പാടില്ല എന്നൊരു പറയണത് കേൾക്കാം. അത് എന്തെങ്കിലും അതിലെന്തെങ്കിലും സത്യമുണ്ടോ? പറ്റിയൊന്നും അറിയാൻ വേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഒരുപാട് മുൻധാരണകളും ഒരുപാട് ഇങ്ങനെ ഈ കണക്കുകൂട്ടലുകളും ഒക്കെ ഉള്ള ഒരു വിഷയമാണ് ജിന്ന് പിശാജ് എന്ന വിഷയം. ജിന്ന് എന്ന് പറയുമ്പോഴേക്ക് ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്ന ചില രൂപങ്ങളുണ്ട്. പള്ളിപ്പറമ്പ് എന്ന് കേൾക്കുമ്പോഴത്തേന് മനസ്സിൽ വരുന്ന ചില രംഗങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഭാര്യമാർ ഗർഭിണികളാകുമ്പോൾ പാമ്പിനെ കൊല്ലരുത്, അതല്ലെങ്കിൽ പാമ്പിനെ കൊല്ലൽ കൂട്ടണം എന്നിങ്ങനെ നിയമങ്ങളൊന്നുമില്ല. ഗർഭിണികളാകുമ്പോൾ ഭർത്താക്കന്മാർക്ക് അങ്ങനെ പ്രത്യേക വിഭാഗങ്ങളൊന്നുമില്ല. തെറ്റിദ്ധരിക്കരുത്. ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ ഗർഭിണികളാകുമ്പോൾ ഇന്നാലിന്ന കാര്യം യുക്റഹു, ഇന്നാലിന്ന കാര്യം യുസന്നു എന്ന പ്രത്യേക നിയമങ്ങളൊന്നുമില്ല. പാമ്പിനെ കൊല്ലുക അത് മുസ്തഹബാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഇന്നാലിന്ന സമയത്ത് പറ്റൂല, ഇന്നാലിന്ന സമയത്ത് പറ്റും എന്നിങ്ങനെ വിശദീകരണങ്ങളൊന്നും അതിലില്ല. ഭാര്യമാർ ഗർഭിണികളാണെങ്കിലും അല്ലെങ്കിലും കൊല്ലാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കൊല്ലാം. പാമ്പിനെ കൊല്ലാൻ പോയിട്ട് പാമ്പിന്റെ അടുത്ത് ഇങ്ങോട്ട് കടിയിട്ട് പോരാൻ പാടില്ല എന്ന് മാത്രമേ ശ്രദ്ധിക്കണം. അതല്ലാതെ മറ്റതൊക്കെ ചില നാട്ടുനടപ്പുകൾ, നേരത്തെ പറഞ്ഞ പോലെ ചില നാട്ടുനടപ്പുകളോ അതല്ലെങ്കിൽ എങ്ങനെ ചില ജ്യോത്സ്യന്മാരോ അതല്ലെങ്കിൽ അതുപോലെയുള്ള വല്ല ലക്ഷണം പറയുന്ന ആൾക്കാരോ അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കി അത് വേറെ കുറെ ആൾക്കാർ ഏറ്റുപിടിച്ച് അങ്ങനെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചതായ കാര്യങ്ങളാ. അതല്ലാതെ അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദ്യമുള്ള അഷീദ് ഉസ്താദ് ലാസ്റ്റ് ചോദിക്കും, അത് കഴിഞ്ഞിട്ട് ഉസ്താദിന്റെ ക്ലാസ് നിൽക്കും ചെയ്യും. ഇവിടെ സമയം അമീർ സാഹിബ് പറഞ്ഞ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതായിട്ടൊന്ന് മനോഹരം ചെയ്യരുതേ, അത് നമ്മളെ ഇഖ്വാനികളായ ജിന്നുകളുടെ ഭക്ഷണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മക്ക് ഈ ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റുമോ എന്നപ്പോ എന്റെ ചോദ്യം. ജിന്നിനോട് പൊതുവെ മൊത്തത്തിലുള്ള പ്രശ്നമാണെങ്കിലും ഇപ്പൊ ഞാൻ ക്ലാസ് ഫുള്ളായിട്ട് കേട്ട പുസ്തകം പറഞ്ഞോന്ന് എനിക്കറിയില്ല. ജിന്നുകളോട് നമുക്ക് നല്ല ജിന്നിനോട് നല്ല ജിന്നിനോട് നമുക്ക് സഹായം ചോദിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഹലോ, ബഹുമാനപ്പെട്ട ജാഫർ വില്ലൻ, ബഹുമാനപ്പെട്ടവര് ചോദിച്ച കാര്യം കേട്ടല്ലോ. ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റുമോ? ഈ വിഷയം യഥാർത്ഥത്തിൽ നമുക്കൊരു പുതുമയുള്ളതോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമോ അല്ല. ജിന്ന് എന്ന ഈ ജിന്നിനോടുള്ള സഹായം എന്ന വിഷയത്തിലാണ് ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ആകെ ഒരു വിവേകവും തന്റേടും ബുദ്ധിയും ഉള്ള മനുഷ്യന്റെ മുന്നിൽ എണീറ്റ് നിൽക്കാൻ പറ്റാത്ത രൂപത്തിൽ ആകെ എരപ്പായി നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ മുജാഹിദുകൾ തന്റേടുള്ള മുജാഹിദാണെങ്കിൽ ഞാനൊരു മുജാഹിദാണ് എന്ന് പറയാൻ മടി കാണിക്കുന്ന വിഷയമാണ്. കാരണം ഞാനൊരു മുജാഹിദാണ് എന്ന് പറയുമ്പോഴത്തേന് ശ്രോതാവിന്റെ പക്കൽ നിന്ന് ജിന്നോ ഇൻസോ എന്നുള്ള ചോദ്യം ഉറപ്പാ. അപ്പൊ ജിന്നിനുള്ള സഹായത്തേട്ടം എന്നുള്ളത് മുജാഹിദുകൾക്കിടയിൽ നിന്ന് ഒരു പുതിയ ചർച്ചയാണെങ്കിൽ നമുക്കതൊരു പുതിയ വിഷയമല്ല. ജിന്നിനോടെന്നല്ല, മനുഷ്യനോടാണെങ്കിലും
സഹായികളാക്കാൻ പറ്റുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള, ഹദീസുകൾ പറഞ്ഞിട്ടുള്ള മഹാന്മാരുടെ മാതൃകയുള്ള മഹത്തുക്കൾ, അവർ ജിന്നുകളാണെങ്കിലും മനുഷ്യന്മാരാണെങ്കിലും അവരോടൊക്കെ സഹായം ചോദിക്കാം. അതിനൊന്നും തകരാറില്ല. അതൊന്നും ഇവരൊക്കെ പ്രചരിപ്പിക്കുന്നത് പോലെ ശിർക്കല്ല, അനിസ്ലാമികമല്ല. അങ്ങനെ സഹായം ചോദിക്കുന്നെങ്കിൽ അതൊക്കെ തൗഹീദിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഗഫൂർ അൻവർ ഉസ്താദ്, എന്റെ ചോദ്യം, നമ്മുടെ നാടുകളിൽ വെള്ളിയാഴ്ച ഈ വാള് പിടിച്ചിട്ട് മആശർ വിളിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടോ, അല്ലെങ്കിൽ എന്ന് മുതലാണ് അങ്ങനെ വന്നത്? മറ്റ് സ്ഥലങ്ങളിലൊന്നും അത് കാണുന്നില്ല. അതാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമയം നമ്മൾ പറഞ്ഞതിനേക്കാൾ 5 മിനിറ്റ് വൈകിയിട്ടുണ്ട്. ഇതോടുകൂടി നമുക്ക് ഈ വിഷയത്തോടുകൂടി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത സമയത്ത് ബാക്കി കാര്യങ്ങളൊക്കെ തുടരും ചെയ്യാം. നമ്മുടെ നാട്ടിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജുമുഅ നിസ്കാരത്തിന്റെ മുമ്പ് വാള് പിടിച്ച് മഅ്ശറ വിളിക്കുന്നുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടോ എന്ന് മുതൽക്ക് തുടങ്ങി. വാള് പിടിച്ച് മഅ്ശറ വിളിക്കുക എന്നുള്ള ഈ സുന്നത്ത് അത് ഷാഫി മദ്ഹബ് അനുസരിച്ചുള്ള ഒരു സുന്നത്താണ്. ഷാഫി മദ്ഹബ് പ്രകാരം ജുമുഅ നിസ്കാരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ സുന്നത്തുണ്ട്. ഉദാഹരണത്തിന് നെഞ്ചിന്റെ താഴെ മദ്ഹബാണ്. ഹനഫി മദ്ഹബോ പൊക്കിളിന്റെ താഴെ കഴിവെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഹനഫി മദ്ഹബുള്ള സ്ഥലത്തൊക്കെ പൊക്കിളിന്റെ താഴെ കൈവെക്കലുണ്ടാകും. ഷാഫി മദ്ഹബുള്ള സ്ഥലത്തൊക്കെ നെഞ്ചിന്റെ താഴെ കൈവെക്കലും ഉണ്ടാകും. ഇതേ രൂപത്തിൽ വാള് പിടിച്ച് മഅ്ശറ വിളിക്കുക എന്നുള്ള സുന്നത്ത് ഷാഫി മദ്ഹബ് അനുസരിച്ചുള്ള സുന്നത്താണ്. ഷാഫി മദ്ഹബ് പ്രകാരം ജുമുഅ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ സുന്നത്തുകൾ നിർവഹിക്കപ്പെടും. അല്ലാത്ത സ്ഥലങ്ങളിൽ മറ്റേതെങ്കിലും മദ്ഹബാണെങ്കിൽ, അതല്ലെങ്കിൽ മദ്ഹബ് വിരോധികളാണെങ്കിൽ അവിടെ ഈ സുന്നത്ത് കാണുന്നില്ലല്ലോ എന്നുള്ളത് ഒരിക്കലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ഇബാദത്ത് അടിസ്ഥാനരഹിതമാണ് എന്നതിന് മാനദണ്ഡമല്ല. ഷാഫി മദ്ഹബിൽ ഇതെങ്ങനെ വന്നു എന്നുള്ളതാണ്. ഷാഫി മദ്ഹബിൽ ഈ നിയമമല്ല മറ്റേത് നിയമമാണെങ്കിലും, ഷാഫി മദ്ഹബിൽ മാത്രമല്ല മറ്റേത് മദ്ഹബിലാണെങ്കിലും അതിലൊക്കെ തന്നെ അത് ഈ ഇബാദത്തുകളൊക്കെ, ഈ നിയമങ്ങളൊക്കെ, ഈ പതിവുകളൊക്കെ വരുന്നത് ഖുർആനിന്റെയോ ഹദീസിന്റെയോ ഇജ്മാഇന്റെയോ ഖിയാസിന്റെയോ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ മഅ്ശറ വിളി സുന്നത്താണെന്ന് നമ്മുടെ കിതാബുകൾ വിശദീകരിച്ചപ്പോ അതിന്റെ അടിസ്ഥാനവും ഷർവാനി പോലെയുള്ള ബിഗയ പോലെയുള്ള കിതാബുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറ്റു നാടുകളിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ഇബാദത്ത്, ഈ രീതി അത് അടിസ്ഥാനരഹിതമാകുന്നില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഷാഫി മദ്ഹബ് അനുസരിച്ചാണ്. ഷാഫി മദ്ഹബ് പ്രകാരം ജുമുഅ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഇബാദത്ത് ഉണ്ടാകും. മറ്റ് മദ്ഹബുകളിൽ അനുസരിച്ച് ഇബാദത്ത് നടക്കുന്ന, ജുമുഅ നടക്കുന്ന സ്ഥലമാണെങ്കിൽ ഈ രീതി കാണണമെന്നില്ല. ഹലോ, നമുക്ക് ഈ വിഷയം, നമ്മുടെ ഈ ചർച്ച 1:15 വരെ എന്നാണ് പറഞ്ഞിരുന്നത്. 1:25 ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഈ വിഷയത്തിന്റെ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ചയാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ള ഈ വിഷയം. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഒരു ക്ലാസ് കൊണ്ടോ 2 ക്ലാസ് കൊണ്ടോ ഒന്നും ഈ ചർച്ച അവസാനിക്കുകയില്ല. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് ചർച്ച ചെയ്തുകൊണ്ട് വിഷയം പരിപൂർണമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ഉസ്താദുമാരും നമ്മുടെ നേതാക്കളും നമ്മുടെ പ്രവർത്തകരും
അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഖൈർ നൽകട്ടെ.